അപ്പോൾ ഇഷ്ടമില്ലാത്ത കാലം എന്ന് നമ്മളൊക്കെ പറയാൻ പോകുന്ന ഒരു കാലമാണ് ഈ മിഡിൽ ഏജ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മെയിൻ ഡിസ്കഷൻ അതിനെ ഫോക്കസ് ചെയ്താണ്. യുണീക്ക് ഫിനിക്സ് ടീംസിനെയും ഞാൻ വന്ദനം ചെയ്യുന്നു. സോ പ്രിപ്പയർ ബിഫോർ ഹാൻഡ്. നമുക്ക് വരാൻ പോകുന്ന ഒരു കലാമിറ്റിയെ കുറിച്ച് നമുക്ക് അറിയാമെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ഒന്ന് തയ്യാറായിരിക്കും അല്ലേ? അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കുറച്ച് സമയം നമുക്ക് ഒന്നിച്ച് ആ പ്രിപ്പറേഷനിലായിരിക്കാം. വാട്ട് ഈസ് മിഡിൽ ഏജ്? ആർക്കെങ്കിലും പറയാമോ? മിഡിൽ ഏജ് എന്ന് പറഞ്ഞാൽ 42. ഒരിക്കലും ഒരാളിങ്ങനെ പറഞ്ഞു, മിഡിൽ ഏജ് ഇസ് വെൻ യുവർ ഡ്രസ് ബിക്കംസ് ആസ് ഓൾഡ് ആസ് യുവർ ചിൽഡ്രൻ. പഴയ ഡെഫിനേഷനാണ്. മധ്യപ്രായം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടല്ലോ, പിള്ളേരൊക്കെ വളർന്ന് നമ്മുടെയൊക്കെ കാര്യം നമ്മൾ നോക്കാൻ മറന്നു പോകുന്ന ഒരു കാലം. അതിനെ വേണമെങ്കിൽ മിഡിൽ ഏജ് എന്ന് പറയാം. വേറൊരാൾ പറഞ്ഞു, മിഡിൽ ഏജ് ഇസ് വെൻ പ്രോസ്പെരിറ്റി അക്യുമുലേറ്റ്സ് ഇൻ യുവർ മിഡിൽ. വയറൊക്കെ കൊടുവണ്ടിയായി നിൽക്കുന്ന ഒരു സമയത്തിനാണ് മധ്യപ്രായം പറഞ്ഞത്. ഇതൊക്കെ ശരിയാണ്. ടെക്നിക്കലി നമുക്ക് പറയാം ഏകദേശം 35 അല്ലെങ്കിൽ 40 തൊട്ട് ഒരു 60 വരെ. ഇന്നത്തെ കാലത്ത് 60 ഒരു വാർദ്ധക്യം എന്ന് പറയാനൊക്കുന്നില്ല. 70 80 ഒക്കെയുള്ള ഒരുപാട് പേര് വളരെ ആരോഗ്യവാന്മാരായിട്ട്, എക്സെപ്ഷൻസ് എല്ലായിടത്തും ഉണ്ട്. എന്നാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഏകദേശം ഒരു പീരീഡ് എന്ന് പറയുന്നത് യു ക്യാൻ സേ 40 to 55 or 60. ഇന്നത്തെ എൻ്റെ ഈ ഡിസ്കഷനിൽ അതിന് മുമ്പ് അക്നോളജ്മെന്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. താങ്ക്സ് ഫോർ ദിസ് പ്രിവിലേജ് ആൻഡ് താങ്ക്സ് ഫോർ ദി ഇൻവിറ്റേഷൻ. 1-2 കൊട്ടേഷൻസ് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാണാമല്ലേ സ്ക്രീൻ? A healthy body is not a destination. പലരുടെയും വിചാരം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നാട്ടിൽ ചെന്നിട്ട് വേണം ഒന്ന് സുഖമായിട്ട് ജീവിക്കാൻ ചിന്തിക്കുന്ന ഒരു ഭൂരിപക്ഷം ഉള്ളൊരു സ്ഥലമാണ് ഗൾഫ്. ഞാൻ കുറച്ച് നാൾ സൗദി അറേബ്യയിലുണ്ടായിരുന്നു. അവിടെ ഇതുപോലെയാണ്. പല വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു തട്ടുണ്ടാവും വീടിൻ്റെ സൈഡിൽ. അതിലിങ്ങനെ പല പല സാധനങ്ങൾ, ഫുഡ് പ്രോസസ്സുകൾ, ബ്ലെൻഡറുകൾ, അതായത് ഭാവിയിൽ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരുന്ന പല സാധനങ്ങൾ അതൊക്കെ ഓക്സിഡേറ്റ് ആയിട്ട് ഇത് കളയേണ്ട അവസ്ഥകൾ വന്നിട്ടുള്ള പല കുടുംബങ്ങളും എനിക്കറിയാം. അപ്പോൾ ഭാവിയിൽ എന്നോ വരാൻ പോകുന്ന ഒരു നന്മയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് തെറ്റിപ്പോയി. നോ, ഹെൽത്ത് ഈസ് സ്റ്റേറ്റ് ഓഫ് അഫെയർസ് ടുഡേ ഓർ ഇറ്റ് ഈസ് ദ ജേർണി. നമ്മുടെ യാത്ര തന്നെയാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. ഭാവിയിൽ നമ്മളെ ചെയ്യാൻ പോകുന്ന strength isn't about lifting the heaviest weight. It's about preserving the freedom to enjoy every stage of life. എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, എൻ്റെ ചൈൽഡ്ഹുഡ് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. എൻ്റെ ബാല്യം ശൈശവം നന്നായിട്ട് എൻജോയ് ചെയ്തു. മധ്യപ്രായം നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇപ്പം മിഡിൽ ഏജിലാണ്, ഏകദേശം 7 വയസ്സായി. ഇപ്പോഴും നന്നായിട്ട് എൻജോയ് ചെയ്തു. ജീവിതത്തിൽ റിഗ്രറ്റ്സ് ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ്. നമ്മൾ എല്ലാവരും പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, പക്ഷേ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ്. ദ ഡേ യു ലീവ് നീഡ് ടു ബി ലീവ് എൻജോയ്. ആൻഡ് ഫൈനലി ലിസൺ ടു യുവർ ബോഡി. പെയിൻ ഈസ് എ വാർണിംഗ്, ഇറ്റ്സ് നോട്ട് എ ചലഞ്ച്. ചിലർക്ക് വേദന എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഡോക്ടറെ അടുത്തോട്ട് പോകാനേ പേടിയാണ്. കാരണം എങ്ങാനും മറ്റേതുണ്ടോ, പലരും വന്ന് ചോദിക്കും, ഡോക്ടറെ മറ്റേതുണ്ടോ. ഏതാ ക്യാൻസറാണ് ഉദ്ദേശിക്കുന്നത്? എങ്ങാനും ഏതെങ്കിലും ടെസ്റ്റ് വെച്ച് കണ്ടുപിടിച്ച് ആ സാധനം ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഉള്ളിയെടുത്ത് മാറ്റാനുള്ള പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ക്യാൻസർ എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ അവസാനമൊന്നുമില്ല. ക്യാൻസറുള്ള എത്രയോ പേര് അതിനെ അതിജീവിച്ചവരെ നമുക്കറിയാം. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഏത് രോഗം, ഡയബറ്റിസ്, നോ മാറ്റർ വാട്ട്, ഏത് രോഗവും നമുക്ക്
അതിജീവിക്കാനുള്ള മാനസിക ധൈര്യം, കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. സോ why this topic is relevant? എനിക്കിഷ്ടമില്ലാത്ത കാലം, as we are aware, our body goes through changes. ചേഞ്ചസ് ഇഷ്ടമില്ലാത്ത ആളുകളാണ് ഭൂരിപക്ഷം, അല്ലേ? അതുകൊണ്ടല്ലേ നീണ്ട മുടി ചുരുട്ടുന്നു, ചുരുണ്ട മുടി നീട്ടുന്നു, വെളുത്ത മുടി കറുപ്പിക്കുന്നു, കറുത്ത മുടി മഞ്ഞയാക്കുന്നു, ഉയരമില്ലാത്തവർ ഉയരം കൂടി ചെയ്യപ്പെടുന്നു, എന്തെല്ലാം പരിപാടികൾ നമ്മൾ കാണിക്കുന്നു. ബിക്കോസ് വി ഡോണ്ട് ലൈക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് that I want to tell you is you need to love yourselves. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. Our body goes through changes. Mainly the muscles increases. This is called wasting. The bones become weaker. This is called osteoporosis. The joints become stiffer. Called osteoarthrosis. Balance പറയും ഹീലിംഗ് ഡിലേഡ് ആവും, അല്ലേ? ഒരു ഫ്രാക്ചർ ഒക്കെ ഉണ്ടായാൽ ഒരു 15 വയസ്സുള്ള ഒരു കുഞ്ഞിനുണ്ടാകുന്നതിനേക്കാൾ ഒരു 3 ഇരട്ടി പാടാണ് 40 വയസ്സുണ്ടായത്. The good news is many problems can be delayed or prevented with proper lifestyle. നമ്മുടെ ജീവിതത്തിലെ ചില അഡ്ജസ്റ്റ്മെന്റ്സ് വഴി നമുക്കതിനെ ശരിയാക്കാൻ സാധിക്കും. ഈ പടത്തിൽ കാണുന്ന എന്താ? ബ്രൈറ്റ് ആയിപ്പോയി, എന്നാലും ഒരു പഴയ വീടാണ്. പലർക്കും കാണും നാട്ടിൽ ഇതുപോലത്തെ ഒരു വീട്. പഴയ വീട് പണിഞ്ഞിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ? അറിയില്ലേ? എത്ര പണിഞ്ഞാലും തീരുവോ? എത്ര പൈസ മുടക്കിയാൽ തീരുവോ? അതുകൊണ്ട് ഒരാൾ തീരുമാനിച്ചു ഇനി മേലാൽ ഇതിന് 5 രൂപ എന്ന് തീരുമാനിച്ചാൽ അങ്ങനെ ഇരിക്കും. എത്ര വേഗം അതിന്റെ കാര്യം തീരുമാനമാവും, അല്ലേ? അതിനെന്താ കാരണം പറയുക? ഏത് പഴയ സാധനത്തിന് അതിനുള്ള ഒരു പ്രോപ്പർ മെയിൻ്റനൻസ് ആവശ്യമാണ്. രണ്ട് വാക്കുകൾ എഴുതിയിട്ടുണ്ട്: പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓർ ആക്സിഡന്റ് റിപ്പയർ. നമുക്കറിയാം പണ്ടൊക്കെ അംബാസഡർക്കാരും PH-കാരും മാത്രം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ വണ്ടി വഴി നിൽക്കും, അന്നേരം ഒതുക്കി കെട്ടി വലിച്ചോ അല്ലെങ്കിൽ ഒന്ന് തെളിയോ അല്ലെങ്കിൽ കൊണ്ടുപോകുമ്പോഴാണ് ഇതിനെ പലപ്പോഴും വർഷമിക്കുന്നത്. അതാണ് ആക്സിഡന്റ് റിപ്പയർ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ ഏത് വണ്ടി എടുത്താലും പീരിയോഡിക്കായിട്ട് 6 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു 5000 കിലോമീറ്ററിലൊരിക്കൽ നമ്മൾ അതിനെ കൊണ്ടുപോയി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇത് രണ്ടും നമ്മുടെ വ്യത്യാസം അറിയാമല്ലേ? ഇവിടെ ഉള്ളവർക്ക് നന്നായിട്ട് അറിയാം. പ്രിവെന്റീവ് മെയിൻ്റനൻസ് ആണോ ആക്സിഡന്റ് റിപ്പയർ ആണോ ചെയ്യേണ്ടത് എന്ന് നമ്മൾ തീരുമാനിച്ചോ. പ്രിവെന്റീവ് മെയിൻ്റനൻസ് സമയത്ത് ചെയ്തില്ലെങ്കിൽ വണ്ടി അടിച്ചു വലിച്ചു, അപ്പം പിന്നെ കെട്ടി വലിച്ചോണ്ട് പോകേണ്ട അവസ്ഥ വരാം. സോ പ്രിവെന്റീവ് മെയിൻ്റനൻസ് ആണ് നമുക്ക് നല്ലത്. നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് നല്ലതാണെന്ന് പലരും വിചാരിക്കാറുണ്ട്, പലരും പറയാറുണ്ട്. ഡോക്ടറെ ഇപ്പോഴേ കണ്ടുകഴിഞ്ഞാൽ ഇപ്പോഴേ ഒരു 3-4 മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞ് അവസാനം കറങ്ങി തിരിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ഗുളിക സ്റ്റാർട്ട് ചെയ്യേണ്ടത് 4 ഗുളിക സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറയും. എനിക്കറിയാം. ഞാൻ കാരണം പറഞ്ഞാൽ വാസ്തവത്തിന് നേരെ നമ്മൾ കണ്ണടച്ചില്ല. ഒരു അസുഖം ഉണ്ടെങ്കിൽ അതിന് വേണ്ട പ്രിക്കോഷൻ ചെയ്യുക, അതിന് വേണ്ടതായിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യുക. മരുന്നുകൾ വേണമെങ്കിൽ എല്ലാ അസുഖത്തിനും മരുന്ന് കഴിക്കുന്ന നിർബന്ധമൊന്നുമില്ല. മരുന്നുകൾ വേണമെങ്കിൽ കഴിക്കുക. പക്ഷേ നമ്മളതിനെ അഡ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ 3 പ്രധാന ഏരിയാസ് ഞാൻ പറയുന്നത്. Quickly move through 3 areas. One is body care, one is strengthening, 3 is injury prevention. നമുക്കെല്ലാവർക്കും പൊതുവെ കാണുന്ന ഒരു കാര്യമാണ് 40 വയസ്സാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ഹെൽത്ത് കോൺഷ്യസ്നെസ് ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം ഞെട്ടി ഉണർന്ന ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരെ ഞങ്ങൾ ദിവസം കാണാറുണ്ട്. ഒരിക്കലും ഒരു അച്ഛൻ വന്ന് പറഞ്ഞു, ഡോക്ടർ എല്ലാ ദിവസവും ഞാൻ എഴുതിട്ട് വർക്കേഴ്സ് ഒരു 1.5 മണിക്കൂറാണ്. കൃത്യമായിട്ട് പുള്ളി ഓടാൻ തുടങ്ങി 3ാമത്തെ ആഴ്ചയിൽ ഭൂമി വരും. കാരണം 15 വയസ്സ് നമ്മൾ ഓടിയത് പോലെ 45 വയസ്സ് ഓടിയാൽ എങ്ങനെ ഭൂമിയിൽ എൻ്റെ പിന്നെ ഹോസ്പിറ്റൽ. അപ്പോൾ അതിന് കാരണം പറഞ്ഞാൽ ചെയ്യേണ്ട ചില പ്രിക്കോഷൻസ് ചെയ്യാത്തതുകൊണ്ടാണ്. So we will quickly deal with these 3 areas. ഇതിൽ തന്നെ അല്പം കുറച്ച് ഫിസിക്സ് ബയോമെക്കാനിക്സ് ഒക്കെ പറയാം. അത് നമുക്ക് മനസ്സിലാക്കാം.
First we'll talk about body care. നമ്മുടെ ശരീരത്തെ കെയർ ചെയ്യണം, സൂക്ഷിക്കണം. അതിന് വേണ്ടതായ ഒരു വാഹനത്തെ നമ്മൾ കരുതുന്ന പോലെ അങ്ങനെ കറക്റ്റ് ടൈമിൽ ഓയിൽ മാറുക, അതിന് വേണ്ട മെയിൻ്റനൻസ് ചെയ്യുക, സർവീസ് ചെയ്യുക, എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക. ഇതൊക്കെ അവൻ വർഷോപ്പിലിരിക്കുന്ന കാശടിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റ് മാത്രമല്ല, നിങ്ങളുടെ താല്പര്യം. ഞാൻ പറഞ്ഞതുപോലെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് നമ്മൾ ചെയ്തില്ലെങ്കിൽ So, we talk about a little bit of biomechanics, nutrition and healthy diet taken by Radhika, and adequacy to quickly deal with all of this. ഈ പഠനങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമുക്ക് കിട്ടുന്നൊരു പഠനമാണ്. ഇതിൻ്റെ കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എഫർട്ടിനെയാണ് കാണിക്കുന്നത്. ഒരാൾ സെയിം വെയിറ്റ് പർട്ടിക്കുലറായിട്ട് പിടിച്ചേക്കുക, അതിനെ ഒരു ഇച്ചിരി ടിൽറ്റ് ചെയ്തു, കുറച്ചുകൂടെ ടിൽറ്റ് ചെയ്തു, കുറച്ചുകൂടെ ടിൽറ്റ് ചെയ്തു. ഇതിന്റെ പ്രിൻസിപ്പിൾ ഇത്രയാണ്, മൊമെന്റ് ആം എന്നാണ് ഇത് പറയുന്നത്. മൊമെന്റ് ആം ഫിസിക്സ് ആണ്. ഈ വെയിറ്റ് നമ്മുടെ ഫൾക്രം പോയിന്റിൽ എത്രയും ദൂരെയാണോ അത്രയും കൂടുതലാണ്. ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണാം. ഈ 4 ഏരിയ ഓഫീസ് വർക്ക് സ്പേസ്, നമ്മളിരിക്കുന്ന ഒരു വർക്ക് സ്പേസ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു പത്രമുണ്ടല്ലോ, ഇരിക്കുന്ന ഒരു വർക്ക് സ്പേസ് ഓരോ പ്രാവശ്യം എത്തി എടുക്കേണ്ടി വരികയാണ്. നമ്മൾ ഒരു പ്രാവശ്യം എത്തുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. പക്ഷേ ഒരേ പരിപാടി നമ്മൾ 25 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഹെഡ്സെറ്റ് ഇങ്ങനെ പിടിച്ചേക്കുക. ആ ദിവസത്തിന്റെ വൈകിട്ടാകുമ്പോഴത്തേക്ക് അതാണ് കരുതലുണ്ടാകും, എല്ലാ അത്ഭുതമുണ്ട്. ഇറ്റ് ഇസ് എ ഓൺലി പോസ്റ്റ് ആൻഡ് യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് ആം റോങ്. കിച്ചൺ സ്ലാബ് സാധാരണ സൗകര്യമാർക്ക് പറ്റുന്ന എപ്പോഴും പറ്റുന്നതാണ്. ഈ ആണുങ്ങളുടെ അളവിലായിരിക്കും ചിലപ്പം കൗണ്ടർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒന്നിൽ കൈ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് അഡ്രസ് ടാപ്പ് സാധാരണ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ടാപ്പ് അങ്ങനെയാക്കി കഴിഞ്ഞു പ്ലംബർ ഫിക്സ് ചെയ്തപ്പോഴത്തേക്ക് അരയടി പൈപ്പ് ലാഭിക്കാൻ വേണ്ടിയിട്ട് പുറകോട്ട് കയറ്റി വെച്ചതാണ്. പക്ഷേ എല്ലാ ദിവസവും ഒരു ദിവസം എത്ര പ്രാവശ്യം ഈ പൈപ്പ് നമ്മൾ ആക്സസ് ചെയ്യുന്നുണ്ടാവും, ഒരു 50 മോർ തന്നെ ഇല്ലേ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ എക്സ്ട്രാ എഫർട്ട് എടുക്കും. എന്ത് തെറ്റിയോ ടയർഡ് ഇതിനെ നമ്മൾ ഒറ്റ വാക്കിൽ ഫെറ്റീഗ് എന്ന് പറയും. ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ക്ഷീണം. ഓവർ ഹെഡ് ഷെൽസ് ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ നമ്മൾ മുമ്പോട്ട് കുഞ്ഞ ഉടനെ ഈ ഷെൽഫ് നമ്മൾ നെറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒത്തിരി ഹൈറ്റ് കൂടുതൽ. ഇംപ്രോപ്പർ പൊസിഷനിങ് ഓഫ് ദീസ് തിങ്സ് കോസ് വേരിയസ് ഫിസിക്കൽ ഏരിയസ്. അവിടെയാണ് നമ്മുടെ ഈ ബയോമെക്കാനിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൊമെന്റ് ആം എന്ന് പറയുന്നത്. നമ്മുടെ വർക്ക് സ്പേസിൽ എപ്പോഴും കംഫർട്ടബിൾ റീച്ച്, ഇമ്മീഡിയറ്റ് റീച്ച്, നമുക്ക് എപ്പോഴും വേണ്ടാത്ത സാധനങ്ങൾ ഒരു ഔട്ടർ സർക്കിൾ, അതിനും വേണ്ടാത്ത സാധനങ്ങൾ അതിൻ്റെ അങ്ങനെ 3 റിംഗ് ആയിട്ട് നമ്മുടെ വർക്ക് സ്പേസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല in the end of the day you will be comfortable. Correct posture. ഓഫീസ് ചെയർ യൂസ് ചെയ്യുന്നവർ എപ്പോഴും ശ്രദ്ധിക്കാത്ത 2 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതാണ് ഒരു ഗുഡ് സിറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു സ്ക്രീനിന്റെ ടോപ്പ് എപ്പോഴും നമ്മുടെ കണ്ണിൽ സോ ദാറ്റ് നമ്മുടെ ഗേസ് ഒരു 15 ഡിഗ്രീസ് താഴോട്ട്, അതാണ് കംഫർട്ടബിൾ. സ്ക്രീനിന്റെ ടോപ്പ് നമ്മുടെ കണ്ണിന്റെ ലെവലിരിക്കുകയാണ്. ഇതാണ് കറക്റ്റ് സിറ്റിംഗ്. ഈ ആളിരിക്കുന്ന കണ്ടോ, ദിസ് പേഴ്സൺ ഇസ് ഹാപ്പി. മുമ്പോട്ട് ക്രൗച്ച് ചെയ്ത് ഇങ്ങനെ കുഞ്ഞിരിക്കുന്നുണ്ട്. ബാക്കിൽ you need to have a chair with a lumbar support. നമ്മുടെ എൽബോയും റിസ്റ്റും സെയിം ലെവലിലാണ്. എൽബോയേക്കാൾ റിസ്റ്റ് താണാലും പൊങ്ങിയാലും കുറച്ച് കഴിയുമ്പോൾ റിസ്റ്റിൽ പെയിൻ വരും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോഴ്സ് ഒരുപാട് കൂടുതലാകുന്നതാണ്. നമ്മുടെ ഹിപ്പിൻ്റെയും സെയിം ലെവലിലാണ്. ഫുഡ് ഷുഡ് ബി ഓൺ ദി ഗ്രൗണ്ട്. നമുക്ക് നിലത്ത് ചവിട്ടാൻ പറ്റുന്നില്ല. യു ഷുഡ് യൂസ് എ സ്മോൾ പ്ലാറ്റ്ഫോം. ഇതാണ് കറക്റ്റ് സിറ്റിംഗിന്റെ എക്സാമ്പിൾ. സിറ്റ് വിത്ത് എ ഗുഡ് പോസ്റ്റർ. അവോയ്ഡ് പ്രൊലോങ് സിറ്റിംഗ് ഓർ സ്റ്റാൻഡിംഗ്. നമ്മൾ ഒരേ രീതിയിൽ പ്രത്യേകിച്ച് കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്ന ടേക്ക് ബ്രേക്സ്. ഒരു അരമണിക്കൂർ എഴുന്നേണ്ടെന്ന് പോയിരുന്നു, അരമണിക്കൂർ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാൻ പോയിട്ട് പിന്നെ 1 മണിക്കൂറായി പോരുത്. നമുക്ക് ടേക്ക് ഇന്റലിജന്റ് ബ്രേക്സ്. അല്ലെങ്കിൽ വെറുതെ ടേക്ക് ബ്രേക്സ്. ഒരുപാട് നേരം നിൽക്കേണ്ടി വരുവാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം സർജറീസ് ഒരു ചെറിയ സ്റ്റൂൾ വെച്ചിട്ട് ഒരു കാല് ഒക്കെ വയ്ക്കാം.
കുറച്ച് നേരം കഴിഞ്ഞിട്ട് മറ്റേ കാര്യം അങ്ങനെ ചെയ്യാം. സാധാരണ ഒരുപാട് നേരം നിൽക്കുന്നവർ ചെയ്യാം. ലിഫ്റ്റ് യൂസിങ് യുവർ കീസ്, നോട്ട് യുവർ ബാക്ക്. നമ്മൾ ബാക്ക് ബെൻഡ് ചെയ്തില്ല, മുട്ട് മടക്കിയിട്ട് സാധനങ്ങൾ. കാരണം ബാക്ക് ബെൻഡ് ചെയ്തെടുക്കുമ്പോൾ ബാക്ക് സ്ട്രെയിൻ ചെയ്യാൻ, പ്രത്യേകിച്ച് ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അവോയ്ഡ് ട്വിസ്റ്റിംഗ് വൈൽ ലിഫ്റ്റിംഗ്. നമ്മൾ ചരിഞ്ഞ് ഓക്വേർഡ് പൊസിഷൻ എത്തി എടുക്കുക. ഇതൊക്കെ സാധാരണ എല്ലാവരും പറയുന്നത് പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം കുഞ്ഞായിരുന്നപ്പോൾ ഇതൊക്കെ ചെയ്തതാണ്. പക്ഷേ പ്രായം കൂടിയെന്നുള്ള ആ ഒരു വസ്തുത നമ്മൾ അംഗീകരിക്കുകയും അതിന് വേണ്ടതായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുകയും ചെയ്യും. ടേക്ക് ഓഫ് യുവർ നെക്ക്, ബാക്ക്, ഈ 3 ഏരിയാസ് ആണ് പ്രധാനമായിട്ടുള്ള പുസ്തകത്തിൽ മെൻഷൻ ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ? I know you love your feet, but look at the X-ray. This is what you do to your feet when you wear a high heel. അപ്പുറത്തെ അമ്മാമ്മയ്ക്ക് അല്ലെങ്കിൽ അപ്പുറത്തെ ചേച്ചിക്ക് 3 ഇഞ്ച് നീളം കൂടിയതായതുകൊണ്ട് this is what you do to your feet. Naturally you will have knee pain, you will have knee pain. So you need to love your feet. How do you love your feet? By avoiding this. Okay, it's fine. നിങ്ങൾക്ക് ഒരു സമയത്തേക്ക് കുറച്ച് ദൂരത്തേക്ക് ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർ പറഞ്ഞതാണ്, ഇടയ്ക്ക് അവിടെ പാർക്കിംഗ് കിട്ടാത്തത്. എൻ്റെ ഡോക്ടറെ ഈ ഇരുപതിനോട് ഇവിടുന്ന് അവിടെ വരെ നടന്നു വരണം, നല്ല കാര്യമുണ്ട്. വേറെ സ്നീക്ക് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഫാഷന് വേണ്ടി ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തെ ഇതുപോലെ ടോർച്ചർ ചെയ്യുന്നതാണെന്നുള്ളത് മനസ്സിലാക്കിയത് നന്നായിരുന്നു. ഇതല്ലാതെ തന്നെ ചില അനോമലീസ് ഉണ്ട്, വേരിയേഷൻസ് അല്ലെങ്കിൽ അനോമലീസ് ഉണ്ട്. ഇറ്റ്സ് എ ഫ്ലാറ്റ് ഫുഡ്, ആബ്സല്യൂട്ട്ലി ഫ്ലാറ്റ്. ഈ കാലിൻ്റെ നടുക്ക് ആർച്ച് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ആർച്ച് എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. അത് നിങ്ങൾക്ക് ആ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. ലുക്ക് അറ്റ് ദിസ്. ദിസ് ഇസ് ദി ആർച്ച് ഓഫ് ദി ഫുഡ്. ഈ ആർച്ച് വരുമ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഈ ആർച്ച് ഇവിടെ ഇല്ലെങ്കിൽ ഈ നടുക്കത്തെ പോണേൽ മുഴുവൻ വെയിറ്റും വരും. അപ്പോൾ ചിലർക്ക് ജന്മനാ തന്നെ ഫുഡിലെ ആർച്ച് കുറവായിരിക്കും, ഫ്ലാറ്റ് ഫുഡ്. അല്ലെങ്കിൽ ഈ അലക്സ് വാൾട്ടസ് ഞാൻ പറഞ്ഞു ചിലർക്ക് കണ്ടില്ലേ, ചിലരുടെ വിരൽ ഇങ്ങനെ ഒരു സൈഡിലേക്ക് കിട്ടിയത്. ഇതൊക്കെ തനിയെ വരുന്ന നമുക്ക് ഇതുകൊണ്ട് വരുന്നതും അല്ലെങ്കിൽ ചിലത് നമ്മൾ സൂക്ഷിക്കാത്തതുകൊണ്ട് വരുന്നതൊക്കെയാണ്. മിക്കതും തനിയെ വരുന്നതാണ്, പ്രത്യേകിച്ച് ഒരു അസുഖത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് അവർക്ക് പ്രോപ്പറായിട്ട് ഫുഡ് വെയർ യൂസ് ചെയ്തത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ജീവിതം ദിവസങ്ങൾ കഴിയുന്നതോറും ബുദ്ധിമുട്ടായിരുന്നു. സോ യു നീഡ് ടു ഹാവ് എ ഗുഡ് ഫുഡ് വെയർ. എല്ലാവരും ചെയ്യുന്നത് പോയിട്ട് സ്നിച്ചേഴ്സിൻ്റെയോ ഇപ്പം കാണുന്നതിന് ഏറ്റവും വിലയുള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെയോ ഒരു ഷൂ വാങ്ങിച്ചിട്ട് ഇത് നേരെ കൊണ്ട് അലമാരിക്കാൻ വെച്ചിട്ട് 5 രൂപയുടെ വന്ന ചെരുപ്പ് വാങ്ങിച്ച് വീട്ടിൽ. യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു 3 hours അല്ലെങ്കിൽ 4 hours ആയിരിക്കും ഈ വില കൂടിയ ഷൂ. അത് കഴിഞ്ഞിട്ട് 15 മണിക്കൂർ ഈ പനച്ചെരുപ്പേലാണ് അല്ലേ? സോ നമ്മുടെ വീട്ടിൽ കമ്പൽസറി ഓൾവേസ് ഗുഡ് ഫുഡ് വെയർ. ഗുഡ് ഫുഡ് വെയർ. ഗുഡ് ഫുഡ് വെയർ ഡസ് നോട്ട് ബി ദ മോസ്റ്റ് എക്സ്പെൻസീവ്. നിങ്ങളുടെ കാലിനെ പറ്റുന്ന എല്ലാ ബ്രാൻഡും ഒരുപോലെ ഒന്നുമില്ല, എല്ലാവർക്കും സ്കെച്ചേഴ്സ് അല്ല ഏറ്റവും നല്ലത്. ട്രൈ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ്, ഗോ ടു ഡിഫറെൻറ്റ് പ്ലേസസ്, ട്രൈ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ്. നിങ്ങളുടെ ഫുഡിന് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇവിടെ ഫുഡ് വെയർ ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട്. പക്ഷേ ഒരു ഷൂവിന് ഒരു 700-800 ഡോളേഴ്സ് വെച്ചാണ്. അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കാലിന് പറ്റിയ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡ് വെയർ നമുക്ക് കണ്ടുപിടിച്ചിട്ട് അത് ഏറ്റവും വിലയുള്ള സാധനം വീട്ടിൽ ഉപയോഗിക്കണം. ചിലപ്പോൾ അതിന് വെളിയിൽ കിട്ടാനും കുഴപ്പമില്ല, ബിക്കോസ് യു ആർ യൂസിങ് ഫോർ എ ലെസർ ടൈം. ബട്ട് വാട്ട് ഐ ആം സേയിങ്, ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ്. ഓൾവേസ് വെയർ എ ഫുഡ് വെയർ, എസ്പെഷ്യലി നമ്മൾ മിഡിൽ ഏജ് ഒരുപാട് പേര് വീട്ടിൽ ചെരുപ്പ് ഉപയോഗിക്കാത്തവരാണ്. ബട്ട് വാട്ട് ഐ വിൽ അഡ്വൈസ് യു ഈസ് after the age of 30 or 35, it's preferable to use a molded footwear at home. It will take care of a lot of foot pain. ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടായി. ഇത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, ഫാർമസിയിൽ വാങ്ങിക്കാൻ കിട്ടും. There is nothing called medicated, it's just a padding. It's just a padding. പക്ഷെ നമ്മുടെ ഫുഡിന് കറക്റ്റായിട്ടുള്ള പാഡിങ് നമ്മൾ ട്രൈ ചെയ്ത് അതിലൊരെണ്ണം വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒത്തിരി നല്ലതായിരിക്കും. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂ അല്ലെങ്കിൽ പോലും, ഫ്ലാറ്റ് ഷൂ ആണെങ്കിൽ പോലും അതിനകത്ത് ഇങ്ങനത്തെ ഒരു പാഡിങ് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ആ സാധനം. ദിസ് ഇസ് കോൾഡ് ആൻ ആർട്ട് സംഭവം. സോ യു ഷുഡ് യൂസ് എ ഫുട്വെയർ, പ്രിഫറബിളി എ കവേർഡ് വൺ, നോൺ സ്ലിപ്പ്, നോൺ ട്രിപ്പ്.
ഇടയ്ക്കൊരു സമയത്ത് ഞാൻ വാങ്ങിച്ച ഇവിടുന്ന് ഇതൊക്കെ വാങ്ങിച്ച ഒരു സ്ലിപ്പർ ഇതുപോലെ വീട്ടിൽ നടന്നു പോകുമ്പോൾ കാർപ്പറ്റിലോ 3 വെട്ടി ട്രിപ്പ് ചെയ്യും. 3-4 പ്രാവശ്യം വീഴാൻ പോയപ്പോൾ ആ സാധനം ഞാൻ എടുത്ത് കളഞ്ഞു. കാരണം അതിന്റെ ഫ്രണ്ടിന്റെ എന്തോ ആ ഡിസൈനിന്റെ എന്തോ ഒരു കുഴപ്പമാണ്. ഇച്ചിരി താഴോട്ട് മടങ്ങിയിരിക്കുന്നതോ മറ്റോ നമ്മളിങ്ങനെ നടന്നു പോകുന്നുണ്ടെ എവിടെയെങ്കിലും ട്രിപ്പ് ചെയ്യും, ടൈലിലോ കാർപ്പറ്റിലോ ട്രിപ്പ് ചെയ്യും. സോ you need a non-slip, non-trip footwear with straps, with an arch support. So that's about body care. Now we go to strengthening. Strengthening, ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ പ്രിൻസിപ്പിൾ ഓർക്കുന്നുണ്ടോ? Which was the first principle for body care? Moment arm. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ നിങ്ങളോട് പറയുന്നത് വുൾഫ്സ് ലോ. ഇത് ഏറ്റവും പ്രായോഗികമായിട്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ലോ ആണ്. വുൾഫ്സ് ലോ tells you that stress builds. Honestly, സ്ട്രെസ് ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? നമുക്ക് ആർക്കും ഇഷ്ടമില്ല അല്ലേ? എങ്ങനെ ഈ സ്ട്രെസ് ഒന്ന് ഒഴിവാക്കാമെന്നുള്ളതാണ്. ആക്ച്വലി ബയോളജി പറയുന്നത് സ്ട്രെസ് വരുന്നത് ബോൺ കൂടുതൽ ബിൽഡ് ചെയ്യുന്നുള്ളതാണ്. അതിന്റെ പ്രിൻസിപ്പിൾ, അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇവിടെ നമ്മൾ കാണുന്നത് ഇതാണ്. ഒരു നോർമൽ പേഴ്സന്റെ ട്രബിൾ ഇതാണ് ഓസ്റ്റിയോപൊറോട്ടിക് ആളുടെ ട്രബിൾ. നിങ്ങൾ ആ ബോണിന്റെ സ്ട്രെങ്ത് കണ്ടോ? പിക്ചർ അത്ര ക്ലിയർ അല്ല എങ്കിലും ഇതിനകത്ത് ആ മെറ്റീരിയൽ കുറയുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ഫ്രാക്ചർ ആയിട്ടോ കാല് വയ്യാതായിട്ടോ കുറേ നാൾ കിടക്കുന്നു, ജസ്റ്റ് വേറെ ഒരു അസുഖം ഇല്ലെന്ന് വിചാരിച്ചോളൂ, കിടക്കുന്നുണ്ട് നമ്മുടെ ബോണിന്റെ ഡെൻസിറ്റി കുറയും. ഇറ്റ്സ് കോൾഡ് ഓസ്റ്റിയോപൊറോസിസ്. സോ ദിസ് ഇസ് ആൻ ഓസ്റ്റിയോപൊറോട്ടിക് ബോൺ. ദിസ് ഇസ് എ നോർമൽ ബോൺ. ഈ ബോൺ ഇതിനകത്തെ ഈ ട്രബക്കുലർ പാറ്റേൺ ഈ ഇതിനകത്തെ ഈ ഫില്ലിങ് കട്ടി കൂടുന്നത് നമ്മൾ സ്ട്രെസ് കൊടുക്കുമ്പോഴാണ്. സോ ദ സീക്രട്ട് ഈസ് simple terms, if you use it, it becomes stronger. If you don't use it, it becomes weak. So this is about strengthening. Exercise is the secret. Exercise വഴി നമ്മുടെ joints flexible ആവും, muscles strong ആവും, നമ്മുടെ balance കൂടും, joint pains കുറയും. You know something? മുട്ടുവേദനയ്ക്ക് നമ്മൾ പറയുന്ന സ്ഥിരം പറയുന്ന ഒരു എക്സസൈസ്, ക്വാഡ്രിസെപ്സ് എക്സസൈസ് പറയുന്നത് വീട്ടിൽ നിന്ന് നമ്മൾ വെളിയിൽ മാറ്റുക പോലും വേണം, നമ്മുടെ ചെയറിൽ തന്നെ ഇരുന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണ്. അതുപോലെ so the caption says motion is lotion. We will come back to this. We will do it as an activity. We will go to the third part, which is injury prevention. ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ ഈ ഒരു 38 വയസ്സ് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഹെൽത്ത് കോൺഷ്യസ്നെസ് ഉണ്ടാവും. അതൊരു കുഴപ്പമൊന്നുമില്ല, ഇറ്റ്സ് നോർമൽ, ഇറ്റ്സ് ഫൈൻ. അത് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ there is a problem in overdoing. പ്രത്യേകിച്ച് ഈ യോഗ എന്ന് പറയുന്ന സാധനം നമ്മൾ കൂടുതൽ സ്ട്രെച്ച് ചെയ്യുന്ന വഴി ബലം കൂടുന്നു എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ശരീരത്തിലെ എല്ലാ ടിഷ്യൂവിനും ഫിസിയോളജിക്കൽ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റബ്ബർ ബാൻഡ് കണ്ടു കഴിഞ്ഞാൽ അറിയാം അല്ലേ? അതിനെ നമ്മൾ വലിച്ചാൽ നല്ല രസമായിരിക്കും. വലിച്ച് കൂടി വന്നവർ ലിമിറ്റ് കഴിയുമ്പോൾ പൊട്ടിപ്പോകും. സെയിം തിങ് വിത്ത് ബലൂൺ. വീർക്കും ലിമിറ്റ് കഴിയുമ്പോൾ പൊട്ടും. ദിസ് ഈസ് കോൾഡ് ദി ഫിസിയോളജിക്കൽ ലിമിറ്റ്. So you need to take care of your physiological limit. It happened to me once. ഞാൻ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ രസത്തിന് വേണ്ടി ജിമ്മിൽ ജോയിൻ ചെയ്തു. അവിടുത്തെ ട്രെയിനറെ പുള്ളി എനിക്കൊരു അബ്ഡോമിനൽ ചെയ്യാനൊരു സാധനം ഉണ്ട്. 2-3 പ്രാവശ്യം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സംഗതി ശരിയായി. പക്ഷെ പറഞ്ഞാൽ കുഴപ്പമില്ല സർ, ചെയ്തോ. You know what happened? Third day I got an abdominal chair, muscle chair ഉണ്ടായി. ചെയർ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പോയി അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ കൃത്യം പോലെ ചെയർ കാണാൻ. സോ ഈ ട്രെയിനേഴ്സിനെ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല, അവർക്ക് മോട്ടിവേറ്റഡ് വിത്ത് ടാർഗറ്റ്സ്. സോ നമ്മൾ ഒരാളെ പേഴ്സണലായിട്ട് ട്രെയിനറായിട്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ചെയ്യണം. ബട്ട് beware of the instructors. If it's not going to suit you, be humble enough to say, sorry, I will not do this. നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചെയർ ഒഴിവാക്കും. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇത് നമ്മുടെ ഹാംസ്ട്രിങ് മസിലാണ്. ദിസ് ഇസ് എ ഗ്രേഡ് 1 ചെയർ ഓർ എ സ്ട്രെയിറ്റ്. ഇത് ഒരു പാർഷ്യൽ ചെയർ ആണ്. ദിസ് ഇസ് ലൈക്ക് എ കംപ്ലീറ്റ് ചെയർ. നമ്മൾ ഈ കംപ്ലീറ്റ് ചെയർ എല്ലാത്തിലും കാണത്തില്ലേ, ബട്ട് ഇഫ് യു സീ മൈക്രോസ്കോപ്പിക്കലി യു ക്യാൻ സീ ദാറ്റ് ദ മസിൽ ഫൈബേഴ്സ് ആർ. എല്ലാ ദിവസവും നോർമലി തന്നെ നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മസിൽ ഫൈബേഴ്സിന് ഇഞ്ചുറി വരുന്നുണ്ട്. നമുക്കിപ്പോൾ 1000 മസിൽ ഫൈബേഴ്സ് ഉണ്ട്. എൻ്റെ ബൈസെപ്സിൽ 1000 ഫൈബേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒരു 50 ഫൈബർ പൊട്ടിപ്പോയാൽ നമുക്ക് ഒരു വ്യത്യാസം അറിയില്ല. ഒരു 25-50 ഫൈബർ പൊട്ടിപ്പോയാൽ ഒരു വ്യത്യാസം അറിയില്ല. ബട്ട് വാട്ട് ഹാപ്പൻസ് ഈസ്
a small reading there. In the evening, the night, when you sleep, your body is taking care of it. നമ്മുടെ ബോഡി അതിനെ ഹീൽ ചെയ്യുകയും അടുത്ത ദിവസം വരുന്നത്. അതുകൊണ്ടായപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കാലം വലിയ ഇപ്പം മെഡിക്കൽ കോളേജിൽ പോകണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നവര് ഒന്ന് കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് രാവിലെ ആയപ്പോഴത്തേക്ക് കുഴപ്പമില്ല, വേണമെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാമെന്നുള്ള ചെയ്യുന്നത്. ബിക്കോസ് യുവർ ബോഡി ഈസ് ആക്ച്വലി ഹീലിംഗ്. ഫോർ ദാറ്റ് യു നീഡ് ടു ഹാവ് എ സ്ലീപ്പ് ടൈം. സോ ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മധ്യപ്രായത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ചെയ്യാവൂ. ഒരബദ്ധത്തിൽ ചിന്തിച്ചാൽ ഒരു മസിൽ ചെയർ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 3 to 6 weeks അതിന് ഹീലിംഗ് ടൈം ഉണ്ട്. ഇറ്റ്സ് എ കംപ്ലീറ്റ് ടയർ യു ഹാവ് ടു ഗോ ഫോർ ഓപ്പൺ റിപ്പയർ. സോ ഒരു സർജറിയിലോട്ട് പോകാതെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന സമയത്ത് നിർത്തുക. സോ വി കവർ 3 areas. One is body care. Second is exercises. Exercises we will come back to. And this is injury prevention. One very important thing which often neglect is something called repetitive stress injuries. Repetitive stress injury എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ കൈ ഉദാഹരണമായിട്ട് ഒരു പ്രാവശ്യം ഞാൻ ഈ മൗസ് പാഡ് ഇരിക്കുന്നത് തൊട്ടാൽ എൻ്റെ ഈ വിരലിൽ മൈക്രോസ്കോപ്പിക്കലി മാക്രോസ്കോപ്പിക്കലി ഒരു ചേഞ്ച് വരുന്നില്ല. ബട്ട് ഇഫ് യു ഡു എക്സ്പെരിമെൻറ്റ് ഈ ഒരു ഹാമർ വെച്ചിട്ട് ഒരു പ്രാവശ്യത്തിന് വരെ 1,00,000 പ്രാവശ്യം തൊട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ സ്കിന്ന് നെക്രോസിസ് ആകും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം തൊടുമ്പോൾ ഉണ്ടാകുന്ന ഇഞ്ചുറി ദർ ഈസ് എ മിനിമൽ ഓർ മൈക്രോസ്കോപ്പിക് ഇഞ്ചുറി. പക്ഷേ അത് ഹീൽ ചെയ്യുന്നതിന് അടുത്ത ഇഞ്ചുറി, അത് ഹീൽ ചെയ്യുന്നതിന് അടുത്ത ഇഞ്ചുറി, അത് ഹീൽ ചെയ്യുന്നതിന് അടുത്ത ഇഞ്ചുറി. ഞാൻ സാധാരണ പറയാറുണ്ട്, ഹോസ്പിറ്റലിലാണെങ്കിലും ഒരു പേഷ്യൻറ്റിനെ എനിക്ക് കാണുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50-60 പ്രാവശ്യം എൻ്റെ മൗസ് റൈറ്റ് ഇൻഡെക്സ് ഫിംഗർ ക്ലിക്ക് ചെയ്യും. ഇറ്റ് ഇസ് എ റിപ്പീറ്റഡ് ഇഞ്ചുറി. അപ്പോൾ അതുകൊണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ കമ്പ്യൂട്ടറിൽ ഒരു അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾക്ക് എത്ര പ്രാവശ്യം അവരുടെ ഇൻഡെക്സ് ഫിംഗർ മാത്രമേ ഒരു ഫിംഗർ 10 വിരലുള്ളത് ഈ ഒറ്റ ഫിംഗർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. സോ വാട്ട് യു നീഡ് ടു ഡു, you need to avoid repetitive stress injury by balancing your keyboard and mouse. നമുക്ക് കീബോർഡ് ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞാൽ അറിയാം, ഇടത്തെ കൈ കൊണ്ട് കൺട്രോൾ എക്സും കമാൻഡ് എക്സ് കമാൻഡ് വി. യു കൻ യൂസ് ഷോർട്ട് കട്ട്സ്, വേരിയസ് ഷോർട്ട് കട്ട്സ്. രണ്ട് കൈയും എല്ലാ വിരലും മാറി മാറി ഉപയോഗിക്കണം. ചിലർ ടൈപ്പ് ചെയ്യുന്നത് ഈ ഒറ്റ വിരൽ കൊണ്ടാണ്, ഈ 107 കീയും ആ ഒറ്റ വിരൽ കൊണ്ട്. ഇറ്റ്സ് നോട്ട് ഗുഡ്. ഇറ്റ്സ് ഗോയിങ് ടു കോസ്റ്റ് യു repetitive stress injury. സ്മാർട്ട് ഫോൺ രണ്ട് കമ്പൗണ്ടാണ് ചാർജ് ചെയ്യുന്നത് അല്ലേ, നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് കാണാം. ബട്ട് ആസ് ഏജ് അഡ്വാൻസസ് യു വിൽ ഹാവ് പ്രോബ്ലം. സഹോദരിമാർക്ക് പ്രത്യേകമായിട്ട് കാണുന്നത് കുക്കിംഗ്, ഷോപ്പിംഗ്, യു സെയിം തിങ് പിന്നെ അരിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. സോ വാട്ട് യു നീഡ് ടു ഡു ഇസ് ചേഞ്ചിങ്. നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കുറേ നേരം കുക്കിംഗ് കൈ കഴിക്കുന്നുണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് വേറെ ഒരു കാര്യം ചെയ്യുമ്പോൾ യു ക്യാൻ മോർ ഡു യുവർ മെഷേഴ്സ്. നമ്മുടെ ആ ജോലി നമ്മൾ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ കാര്യം നമുക്ക് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ആഡിക്വേറ്റ് സ്ലീപ്പ്. യു നോ സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്, ടീം സ്കൈ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീം. അവരുടെ ജീവിതത്തിൽ ഭയങ്കര പരാജയപ്പെട്ട ഒരു ടീമായിരുന്നു. അവർക്കൊരു നല്ലൊരു ട്രെയിനറും ഒരു കോച്ചുമാണ്. അദ്ദേഹം he did something, it is called theory of marginal gains. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യത്തെ മൊത്തത്തിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ആ ഒരു കാര്യത്തിൽ ഒരു 10-ഓ 20-ഓ ചെറിയ കാര്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇതിൽ ഓരോ ചെറിയ കാര്യത്തിനും ഒരു 1% ഇൻക്രീസ് കൊടുക്കും. ദിസ് ഇസ് കോൾഡ് ദ തിയറി ഓഫ് മാർജിനൽ ഗെയിൻസ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കാര്യത്തിൽ സംഭവിച്ചത് അവരുടെ ടീമിൻ്റെ എല്ലാ കാര്യത്തിലും ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് അതിനകത്ത് രസം തോന്നിയത് ഇവർക്ക് വേണ്ട പില്ലോയും മാട്രസ് അല്ല, ഇവർക്ക് വേണ്ട പില്ലോയും ആ ബെഡിങ്ങും ഇവരെവിടൊക്കെ ഈ ടീം പോകുമോ അവരെല്ലാം വലിയൊരു പാഴ്സലായിട്ട് ഇത് കൊണ്ടുപോകും. ദാറ്റ് ഇസ് സംതിങ് ഹി സ്റ്റാർട്ടഡ്. ഉറപ്പ് ശരിയായി കഴിഞ്ഞാൽ തന്നെ അവരുടെ പെർഫോമൻസ് സാധാരണ രീതിയിൽ 5 സ്റ്റാർ ഹോട്ടലിലായിരിക്കും. അവിടെ ഇങ്ങനെ വലിയ പൂര പോലെ ഇങ്ങനെ തലയണത് കാണാം, അല്ലെങ്കിൽ മാട്രസ് കാണാമായിരിക്കും. അതിനകത്ത് കിടന്നാൽ മതിയായിരിക്കും, ഉറക്കം വരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഉളുക്കി കഴിച്ചുമായിട്ട് സൈക്കിൾ ഔട്ടപ്പായിരിക്കും. സോ ഹി സ്റ്റാർട്ടഡ് ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ഓൾ സ്മോൾ തിങ്സ്, giving a 1% betterment to each of them. This is called the theory of marginal gain. Because this is really important. If you can't
definitely going to affect your next day's work. So remember, at least 7 hours of uninterrupted sleep. If your work affords it, turn off your mobile. Keep it away from your bed, if possible. അല്ലാതെ നിങ്ങൾ ഒരു എപ്പോഴും ലൈനിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണ് ഞാനത് പറയുന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ആൻഡ് സ്ലീപ്പ്. നമ്മൾ സാധാരണ പറയുന്ന കുറച്ച് എക്സ്ക്യൂസസ് ആണ്. ഐ ഹാഡ് ദിസ് വെയിറ്റ് ഓൾ ദീസ് ഇയേഴ്സ്. എത്ര പേരുണ്ട്? എൻ്റെ വല്യപ്പനുണ്ടായിരുന്ന തടിയായിട്ട് അതാ എനിക്ക് അതുപോലെ കിട്ടിയത്. ചുമ്മാ പറയുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. പാരമ്പര്യം എന്ന് പറയുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 2 to 5% ആണ്. അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം കൊണ്ടുണ്ടാകുന്ന ഒബീസിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്മോൾ പെർസെന്റ്. ബാക്കി മുഴുവൻ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സാധാരണ പറയും ഐ മീറ്റിംഗ് കൊണ്ട് വെരി ലേറ്റ് ലാസ്റ്റ് മൈ ഹസ്ബൻഡോട് ചോദിക്കുമ്പോൾ പുള്ളി മിണ്ടാതെ നമ്മുടെ ആരുടെയും കുറ്റമല്ല. ഒരു 15-20 വർഷത്തിന് മുമ്പ് അത്ര ആഹാരം വേണമായിരുന്നു. ഇന്നത്തെ കാലത്ത് നമുക്ക് എന്തെങ്കിലും എഫർട്ട് ഉണ്ടോ? അങ്ങനത്തെ കാര്യം അരയ്ക്കണ്ട, ഇരിക്കണ്ട, ചതക്കണ്ട, നടക്കണ്ട, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ചെയ്യുന്നില്ല. അതിനനുസരിച്ച് നമ്മുടെ ഇന്ത്യക്ക് കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. എസ്പെഷ്യലി കാർബ്സ്. നമ്മൾ കാർബ്സ് എടുക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു സാധാരണ മനുഷ്യൻ കഴിക്കുന്ന അരി എന്ന് പറയുന്നത് ഒരു 2.5 ആളിൻ്റെ അരിയാണ്. അതുകൊണ്ട് ഇച്ചിരി ചിക്കനോ മീറ്റോ എടുത്ത് കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ അബ്സോർപ്ഷൻ കുറയ്ക്കുകയും ഫുഡിൻ്റെ വോളിയം മെയിൻറ്റെയിൻ ചെയ്യും. ആൻഡ് ഐ ഹാവ് ആർത്രൈറ്റിസ്. നടക്കാൻ പറ്റത്തില്ല. നടന്ന് വെയിറ്റ് കുറയ്ക്കാൻ 4 പറഞ്ഞത്. നടന്നാൽ നമ്മുടെ വെയിറ്റ് കുറയുന്നത് 30% ഉള്ളൂ. യുനോ ഇൻ എ ഡയറ്റ് പ്രോഗ്രാം 70% goes on the food, 30% on the exercise. സോ നടന്ന് വെയിറ്റ് കുറയ്ക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഓർത്തോപെഡിക് OP വരും. കാരണം മുട്ടിന് തേയ്മാനം വരാറുണ്ട്. It's my hormones. Fine, everyone has hormones. Even I have hormones. So don't blame your hormones. പിന്നെ, are there some medicines to reduce weight? Yes, there are medicines. Who want to try it? Huh? Yeah. How long you will use it? See, all these things have a commercial interest. Take it with a pinch of salt. That's what I will tell you. If you use a medicine to reduce weight, the day you stop it, the weight may come back. So it's not going to be something based on medicines. Go for a diet. We have talked in detail about that. But diet is a single largest modifier. 60 to 80% adults have excess calorie intake and lack of exercises and physical activity. So ultimately, നമുക്ക് ചെയ്യാവുന്ന നിസ്സാരമായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. And we close this with word, your body is the temple of the living God and honor it with faithful stewardship. We can stand for a moment. നമ്മൾ ചെയ്യുന്ന എല്ലാ എക്സസൈസും 5 പ്രാവശ്യം ഫോർവേഡ്സ്, 5 പ്രാവശ്യം ബാക്ക്വേഡ്സ്. എല്ലാ എക്സസൈസും അധികപ്പറ്റി ഒന്നും ചെയ്യേണ്ട. എല്ലാ ദിവസവും മോർണിംഗ് മെഡിറ്റേഷൻ 10 minutes you can easily do this. നമ്മുടെ ഈ ഷോൾഡർ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് ഈ പെട്ടെന്ന് ചെയ്യരുത്. ടേക്ക് ടൈം. നമ്മുടെ ഒരു ബ്രത്തിന്റെ സമയം എടുക്കുന്നത്. 5 times backwards. Grind your shoulders so that you will feel the crunch. Backwards 5 times. Okay. Number 2 is next. ഇവിടെ കഴുത്ത് മുമ്പോട്ട് താടി പുറകോട്ട് സ്ട്രെച്ച് ചെയ്ത് പോകാവുന്ന നേരെ കൊണ്ടുവന്നിട്ട് സൈഡിൽ ഓരോ മൂമെന്റും നമ്മൾ ഡെലിവറേജ് ആയിട്ട് കോൺഷ്യസ് ആയിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാം. അയ്യോ ഇത്രയും തീർക്കണമല്ലോ എന്നുള്ളൊരു പ്ലാനിലല്ല. 3 പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഫോർവേഡ്സ് ന്യൂട്രൽ, ബാക്ക്വേഡ്സ് ന്യൂട്രൽ,
the left, to the right, neutral. If you want to do rotation, it's fine. ചിലര് കഴുത്ത് പിടിച്ച് ഓടിക്കുന്നതിന് ഞൊട്ടയടിക്കുന്നൊക്കെ ദൈവത്തെ ഓർത്താണ് ചെയ്യരുത്. രണ്ട് കൈയെടുത്ത് back. Full circle. പെട്ടെന്നല്ല ഓരോ take 5 seconds to do it. Backwards. 5 seconds. Back. Backwards. Okay. Reverse. Forwards. Take it forwards. ചിലരൊക്കെ ഷോൾഡർ സ്നാപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിലം പിടിച്ച് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. So that is answer. Now next is chair squat. This is something very helpful and very important. You need to have a chair. നമുക്ക് സ്പേസ് ഉണ്ടോ? ആ രണ്ട് രീതിയിൽ ചെയ്യാം. ചെയർ മുട്ടി വെച്ചിട്ട് നമ്മൾ ഇരുന്ന് പതുക്കെ സ്ക്വാറ്റ് ചെയ്യും. പെട്ടെന്നല്ല പതുക്കെ ഇരുന്ന് സ്ക്വാറ്റ് ചെയ്യും. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത്ര വണ്ണമുള്ളതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ചെയർ ബാക്കി വെച്ചിട്ട് ഇരുന്ന് വേണം പോകാൻ. ചെയറിന്റെ മുമ്പിൽ നിന്ന് whichever way you are comfortable. Chair in front or chair behind. രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും. That's a chair squat. Don't do a complete squat, especially mid-leg ആയിട്ടുള്ളവർ നിലത്ത് ഇരുന്ന് നമുക്ക് ചെയ്യുകയും ചെയ്ത് ഇത് ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും. വേറെ പേര് മസിൽ ചെയറൊക്കെ ഉണ്ടാകുന്നു. സ്ക്വാറ്റ്സ് നമ്മുടെ സാധാരണ സ്ക്വാറ്റ്സ് recommend do a chair squat 5 times or 10 times. That's back stretches. ചെയ്യാനത്രേ നിലത്ത് തൊടണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് പോകാമത്രേ. മാക്സിമം ഫ്രണ്ട് പോയി കാണിച്ചു കൊടുക്കും. ഫ്രണ്ട് ചെയ്യും ചേച്ചി കാണുന്നില്ല. ഓക്കെ ഷോൾഡർ റോൾസ് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്യുക. ബാക്കിലോട്ട് ഇവിടെ ഈ തോളിൽ ഇവിടെ ഒരു ക്രഞ്ച് ഫീൽ ചെയ്യും. അത് തിരിച്ച് നെക്സ്റ്റ് സ്ട്രെച്ചസ് ഇങ്ങോട്ട് ന്യൂട്രൽ ബാക്കിലോട്ട് ന്യൂട്രൽ to the left, neutral, to the right, neutral, rotation. If you can, കഴുത്തിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മുടെ ബ്രെയിൻ കാലിൽ മേലോട്ട് ഫ്ലെക്സ് ഓഫ് എടുത്ത് വഴിയാക്കുന്നുണ്ട്. ക്വിക്ക് മൂവ്മെന്റ്സ് ചെയ്യുമ്പോൾ തല കറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഓൾവേസ് കീപ് എ ചെയർ beside you and don't do, for heaven's sake, don't do heroic things. ഇത് ചെയ്യാൻ അവസരം തോന്നുന്നതാണ് ചെയ്യാതിരിക്കും. അത്രയേ ഉള്ളൂ. half circle shoulder മുഴുവൻ പുറകെ കൊണ്ടുപോയിട്ട് അഞ്ച്
കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വേർഡ്സ് കുറച്ച് സ്ട്രോങ് ആയി കഴിയുന്നില്ല. ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ കണ്ട് അവർ നല്ല ചേരെ പോയി ഇരിക്കും. ആ രീതിയിൽ ഞാനൊന്ന് ഇരുന്ന് നോക്കിയപ്പോഴത്തേക്ക് രണ്ട് കാലം നേരെ വെച്ചിട്ട് നമ്മുടെ പേരുകളെല്ലാം ഇങ്ങനെ കുത്തി പോകുക. പുറപ്പെടാൻ പോകുന്നതിന് താഴ്വല്ല, ജസ്റ്റ് ഹോൾഡ് ഇറ്റ് ഫോർ എ കപ്പിൾ ഓഫ് സെക്കൻഡ്സ്. നോക്കിയിട്ട് 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ഇത് നമ്മുടെ ഹാഫ് മസിൽ. അടുത്തത് ബാക്ക് സ്ട്രെച്ച്. ബാക്ക് സ്ട്രെച്ച് ഇവിടെ അബ്ഡോമിനൽസും ബാക്ക് മസിൽസും വേണ്ടിയാണ്. ഇങ്ങോട്ട് ബെൻഡ് ചെയ്യുക. തൊടാവുന്ന അത്രയും നിങ്ങൾക്ക് റീച്ച് ചെയ്യാവുന്ന മാക്സിമം പോയി. മുമ്പോട്ട് 5 പ്രാവശ്യം ചെയ്യാം. ഇനി ബാക്ക് ഫൈനലി for at least 10 seconds. Hold it over at least 10 seconds. But just expansion of the medium. Okay. സമയമാണ് പഴങ്കഞ്ഞി എന്തെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് പഴങ്കഞ്ഞി കഴിക്കാൻ പോവാം. ഇത് എൻ്റെ 3rd ടോക്കാണിത്. 2020 ഫസ്റ്റ് ടൈം ഞാൻ ആക്ച്വലി ഞാനൊരു കന്നഡയാണ് എൻ്റെ മദർ ടങ്. പക്ഷേ മലയാളി ഓക്കെ, സോ മലയാളം നല്ലോണം പറയും. ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെ വന്നിട്ടാണ് 2020 ഫസ്റ്റ് ടൈം വന്നിട്ട് മലയാളത്തിൽ ടോക്ക് ചെയ്തിട്ടാകുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം കുറേ മലയാളം ടോക്സ് ഒക്കെ കൊടുത്തു. സോ മാതൃ ചർച്ചയ്ക്കുള്ള ഒരു സ്പെഷ്യൽ പ്ലേസ് ആണ് എനിക്ക്. സോ ഇന്നത്തെ ടോക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അതിൽ നമ്മൾ വെയിറ്റ് ലോസിനെ കുറിച്ച് കവർ ചെയ്യാം. പിന്നെ എങ്ങനെയാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യേണ്ടത് അതും കവർ ചെയ്യാം. ഓക്കെ, ഇൻട്രാക്റ്റീവ് സെഷൻ പോലെ നടക്കും. അപ്പോൾ എനിക്കും കംഫർട്ടബിൾ ആയിരിക്കും, എല്ലാവരും കംഫർട്ടബിൾ ആയിരിക്കും. സോ ഡോക്ടർ ശരി എന്നെ ഫസ്റ്റ് വിളിക്കുമ്പോൾ അധികം കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ആവേണ്ടതെന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു കാര്യം മനസ്സിലായി, എല്ലാവരും മോസ്റ്റ് ഓഫ് ദം ഹാവ് എ അസംപ്ഷൻ. ഡയറ്റീഷ്യനെ കാണാൻ പോയാൽ ഒരു ഡയറ്റ് പ്ലാൻ തരും, കുറേ സാലഡ് ഉണ്ടാവും, പിന്നെ കുറേ പച്ചക്കറി കഴിക്കാൻ പറയും. ഒരു ബോറിംഗ് സെഷനായി ബോറിംഗ് ആയിട്ടുള്ള ഒരു പരിപാടി ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. സോ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ എല്ലാവർക്കും എല്ലാ രീതിയിലും കംഫർട്ടബിൾ ആയിട്ട് ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് ടിപ്സും എന്നോട് പറഞ്ഞു. ഇവിടെ എല്ലാവരും ലൈഫിൽ ഒരു പ്രാവശ്യമാണെങ്കിലും ഡയറ്റ് എടുത്തിട്ടുണ്ടാവും, ഉണ്ടാവില്ലേ? ഞാൻ ഡയറ്റിലാണ്, ഐ ഡോണ്ട് വാണ്ട് ദിസ്, ഞാൻ ഡയറ്റിലാണെന്നും എല്ലാവരും ലൈഫിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഏത് ഡയറ്റും ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിലുണ്ട്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, എല്ലാത്തിലും ചാറ്റ് ജി പി ടി ആണെങ്കിലും നമുക്ക് ഡയറ്റൊക്കെ പറഞ്ഞു തരും. പക്ഷേ ഇനി ഡയറ്റ് നിങ്ങൾ ആ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 5 kg കുറഞ്ഞോ 10 kg കുറഞ്ഞോ എന്നൊക്കെ പറയും. പക്ഷേ എത്ര നാള് നിങ്ങൾ ഈ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റും? 1 മാസം ചെയ്യും, 2 മാസം ചെയ്യും, 5 kg കുറയും, 10 kg കുറയും, പിന്നെയോ അല്ലേ? അപ്പോൾ 5 kg കുറഞ്ഞത് പിന്നെയും കയറി വരും. പിന്നെ ഇതാണെങ്കിൽ ഈ 1-2 മാസമൊക്കെ കഷ്ടപ്പെടണം എന്ന് ചെയ്യണം. അപ്പോൾ എനി ഡയറ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യു ഷുഡ് തിങ്ക് ലോങ് ടേം. എനിക്ക് 5 വർഷം കഴിഞ്ഞിട്ട് സെയിം ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ച ശേഷം യു ഹാവ് ടു സ്റ്റാർട്ട്. അത് ഇപ്പോൾ എല്ലാം മിഡിൽ ഏജ് ആൾക്കാരല്ലോ, ഇപ്പോൾ 30+ ഇപ്പോൾ 30 years ആയിട്ട് നമ്മൾ ഈ ദോശ കഴിക്കുന്നുണ്ട്, ഇഡ്ഡലി കഴിക്കുന്നുണ്ട്, ചോറ് കഴിക്കും, ഇതുവരെ നമുക്ക് മടുപ്പ് വന്നിട്ടുണ്ട് അല്ലേ? അതെല്ലാം നമ്മൾ ചോറ് ഇഡ്ഡലി. അതുപോലെ ആ ഒരു ഭക്ഷണ ക്രമീകരണം, ആ ഒരു ഭക്ഷണ രീതി നമ്മൾ ഡെയിലി ഡയറ്റിൽ വെച്ചിട്ട്, ഡെയിലി റുട്ടീനിൽ വെച്ചിട്ട് നമുക്ക് ഡയറ്റ് ചെയ്യുന്നതായിരിക്കും സുഖം. പിന്നെ മോശം ഫുഡ് എനിക്ക് മോശമാണ്, നിങ്ങൾക്ക് മോശമാണ്, എല്ലാവർക്കും മോശമാണ്.
അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഫോളോ ചെയ്യും. ഓക്കെ, ഇപ്പൊ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസിയാണ് കീ. എല്ലാവരും ഫീൽ ആവുന്നത് കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു ദിവസം ചെയ്തു, 2 ദിവസം, 3 ദിവസം, പിന്നെ അവിടെ നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും പ്രാക്ടിക്കലി ഫോളോ ചെയ്യുന്ന രീതിയിലുള്ളതാവണം, എന്നാലേ അത് സക്സസ്. പിന്നെ ഒരിക്കലും സ്ട്രെസ് എടുക്കരുത്, ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യരുത്. ചെയ്താൽ ഒരു ലിമിറ്റ് ആവുമ്പോൾ നമുക്ക് മടുപ്പ് വരും, നിർത്തുമ്പോൾ എത്രത്തോളം നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും അത്രത്തോളം കണ്ടിന്യൂറ്റി ഉണ്ടാവും, കൺസിസ്റ്റൻസി ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇപ്പോൾ കുറേ ഡയറ്റ്സ് വരുന്നുണ്ട്. കീറ്റോ ഡയറ്റ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട്. ആരൊക്കെ ഏതൊക്കെ ഡയറ്റിൽ ഉണ്ടെന്ന് പറയും. ആരൊക്കെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട്? നിർത്തിയോ? ചെയ്യാറ്. ഓക്കെ, പിന്നെ വേറെ ഏതാ ഡയറ്റ്? LCHF, കീറ്റോ. എത്ര ആൾക്ക് കീറ്റോ ഡയറ്റ് എടുക്കുന്നുണ്ട്? ഒരു കാലത്ത് എന്റെ ഒപ്പീനിയൻ എല്ലാ ആൾക്കാർക്ക് അറിയുന്നത് കീറ്റോ ഡയറ്റിനെ കുറിച്ചാണ്. പക്ഷേ ഈ കീറ്റോ ഡയറ്റ് ചെയ്യാൻ ഈസിയാണ്, പക്ഷെ സ്റ്റോപ്പ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. ഇപ്പോൾ കീറ്റോ ഡയറ്റ് ഫുള്ള് ഫാറ്റ് ആയിരിക്കും, കാർബോഹൈഡ്രേറ്റ് വളരെ കുറവായിരിക്കും. നമ്മുടെ ടാർഗറ്റ് വെയിറ്റ് അച്ചീവ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് 3 മാസം നമ്മൾ കീറ്റോ ഡയറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 5-6 മാസം എടുക്കും കീറ്റോ ഡയറ്റിന് പുറത്ത്. ഒറ്റയടിക്ക് നമുക്ക് ദോശ ഇഡ്ഡലി കഴിക്കാൻ തുടങ്ങാൻ പറ്റും. സ്ലോ 10%, 15% അങ്ങനെ കൂട്ടിയിട്ടാണ് കാർബോഹൈഡ്രേറ്റ് ഇൻക്രീസ് ചെയ്തിട്ടാണ് നമ്മൾ കീറ്റോ ഡയറ്റിന് നോർമൽ. അത് അതിനേക്കാട്ടും ഇൻക്രീസാണ്. സോ ബെറ്റർ ഒരു കംഫർട്ടബിൾ ഇത്ര വർഷം നമ്മൾ കഴിച്ചു, അതിലെന്ത് ഒരു പോർഷൻ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എല്ലാവർക്കും അറിയാം ഷുഗർ ഇസ് സംതിങ്, ഷുഗർ കട്ട് എല്ലാവരും, പക്ഷെ എല്ലാവർക്കും അവിടെ ഫെയിലിയർ ആവുന്നുണ്ട്. നമ്മൾ ഷുഗർ കട്ട് എടുക്കുമ്പോൾ കുറച്ച് ദിവസം എടുക്കും, പിന്നെ ഫെയിലിയർ ആവുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് നമ്മൾ ന്യൂട്രീഷൻ ഡയറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ നോട്ട് ഓൺലി നമ്മുടെ ഫിസിക്കൽ അതുള്ള വ്യത്യാസം മാത്രമല്ല, നമ്മൾ മെന്റലി കുറേ സ്ട്രോങ് ആവും. ഇപ്പോൾ എല്ലാവരും ഐസ്ക്രീം ഡെസേർട്സ് ഒക്കെ ഉണ്ടാവും, കേക്കൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു സെക്കൻഡിന്റെ ഡിസിഷനാണ് അവിടെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ. നമ്മുടെ മുമ്പിൽ കേക്ക് ഉണ്ട്, വേണം കഴിച്ചാൽ ആ ഒരു 10 മിനിറ്റ് നല്ല സന്തോഷമാണ്. ആ 10 മിനിറ്റ് കഴിഞ്ഞിട്ടോ ഫുള്ള് നമുക്കറിയാം നമ്മൾ ചെയ്തത് തെറ്റാണ്, ഫുൾ ടൈം ടെൻഷൻ. സോ അത് ആ 10 മിനിറ്റ് വേണ്ട എന്ന് പറഞ്ഞ ഡിസിഷൻ എടുത്ത് ആ 10 മിനിറ്റ് നമുക്കൊരു സങ്കടമായിരിക്കും. പക്ഷെ ബാക്കി സമയത്ത് വി ആർ സോ പ്രൗഡ്, ഐ ക്യാൻ കൺട്രോൾ മൈസെൽഫ്, അങ്ങനത്തെ ഒരു തോട്ട് വരും, സെൽഫ് കൺട്രോളിൻ്റെ തോട്ട് വരും. ഓക്കെ, പിന്നെ ചില ആൾക്കാരുടെ ജീവിതം ഒന്നേ ഉള്ളൂ കഴിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്ക് ഇനി അപ്പോഴാണ് കഴിക്കണ്ടേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പറയാനുള്ളത് എനിക്ക് നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ ശരിയാണ്, പക്ഷെ നമുക്ക് ലൈഫിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ആരോഗ്യ പ്രശ്നം വന്നാൽ ബാക്കി പ്രശ്നങ്ങളൊക്കെ സൈഡാവും. അപ്പം ഹെൽത്ത് ഈസ് വെൽത്താണ്. നമ്മളിവിടെ എല്ലാവരും ഒരു നല്ല ലൈഫിന് വേണ്ടിയിട്ടാണ് വന്നത്. നല്ല ജോലി വേണം, പൈസ ഉണ്ടാക്കണം, നാട്ടിൽ സെറ്റിൽ ആവണം എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ ആരോഗ്യം പോയാൽ ഫുൾ ടൈം മഹിളയിലോ അവിടെ ഇവിടെ ഇറങ്ങിയിട്ട് കുറേ സമയത്ത് ഇതാവുമ്പോൾ ലൈഫ് ഒന്നേ ഉള്ളൂ, പക്ഷെ നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നതാണ് ബെസ്റ്റ്. ഫുഡ് ഗ്രൂപ്പിനെ കുറിച്ച് അറിയോ? ഓക്കെ, ഇപ്പോൾ ഡയറ്റീഷ്യനെ കാണാൻ വരുമ്പോൾ ഇറ്റ്സ് 1-to-1 സെഷൻ ആയിരിക്കും. 1-to-1 സെഷനിൽ വി ചെക്ക് യുവർ BMI-നെക്കാട്ടും നമ്മുടെ ബോഡി കമ്പോസിഷൻ അനലൈസ് ചെയ്യും. നിങ്ങളുടെ ബോഡിയിൽ എത്ര ഫാറ്റ് ഉണ്ട്, എത്ര മസിൽ ഉണ്ട്, എത്ര വാട്ടർ ഉണ്ട്, അതൊക്കെ നിങ്ങളുടെ മെറ്റബോളിസം എങ്ങനെയാണ് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതൊക്കെ അനലൈസ് ചെയ്യും. പിന്നെ നിങ്ങളുടെ ഒരാഴ്ചത്തെ ഫുഡ് ഇൻടേക്ക് നമ്മൾ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ആദ്യം ചെയ്ത് നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കും, അതനുസരിച്ചിട്ടാണ് ഡയറ്റ് മോഡിഫൈ ചെയ്യും. അപ്പോൾ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും, ബ്രേക്ക്ഫാസ്റ്റ് എത്ര മണിക്കാണ് കഴിക്കും, എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കും, അതിനുശേഷം നെക്സ്റ്റ് എത്ര മണിക്കാണ്, അതിനിടയിൽ നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യും, എങ്ങനത്തെ ജോലിയാണ്, ലഞ്ച് എത്ര മണിക്ക് കഴിക്കും, എല്ലാം മനസ്സിലാക്കിയിട്ട് അതിൽ ഏത് ഡയറ്റ്, ഏത് ന്യൂട്രീഷനാണ് മിസ്സിങ്, ഏത് ന്യൂട്രീഷനാണ് എക്സസ് ഉള്ളതെന്ന് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ 5 ഫുഡ് ഗ്രൂപ്പ്സ്, ഈ ഫുഡ് ഗ്രൂപ്പ്സ്
സ്റ്റാൻഡേർഡ് ആയിട്ട് വെച്ചിട്ടാണ് ഡയറ്റ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് ഹോൾ ഗ്രെയിൻസ്, അതിലാണ് നമ്മുടെ ചോറ്, ദോശ, ഇഡ്ഡലി, ചപ്പാത്തി അങ്ങനത്തെയൊക്കെ വരുന്നത്. നെക്സ്റ്റ് പ്രോട്ടീൻസ്, എഗ്ഗ്, ചിക്കൻ, ദാൽ അങ്ങനത്തെ കാര്യങ്ങൾ വരും. ഡയറി പ്രോഡക്ട്സിലാണ് പാല്, തൈര്, പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പിന്നെ ഹെൽത്തി ഫാറ്റ്, പിന്നെ വാട്ടർ. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒരു ഡയറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. വൈ ഈ 5 ഫുഡ് ഗ്രൂപ്പ്സ് ഈ ഫുഡ് ഗ്രൂപ്പ്സ് എല്ലാം ഇമ്പോർട്ടൻറ്റ്? ബിക്കോസ് ഈ ഒരു ഫുഡ് ഗ്രൂപ്പ്സ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ വേണം, നമ്മുടെ ലഞ്ചിൽ വേണം, നമ്മുടെ ഡിന്നറിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ന്യൂട്രീഷന് കിട്ടും. ഓക്കെ, പേഴ്സൺ ടു പേഴ്സൺ, കണ്ടീഷൻ ടു കണ്ടീഷൻ ഇതിൻ്റെ അളവ് നമ്മൾ മാറും. സി, ഇപ്പോൾ മോസ്റ്റ് ഓഫ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസിന് പോയി, വെയിറ്റ് ലോസ് ഡയറ്റ് പോയി. പക്ഷെ ആ സമയത്ത് വി ഫോക്കറ്റ് ബോഡിക്ക് ആവശ്യമായ ന്യൂട്രീഷൻ നമ്മൾ കിട്ടുന്നുണ്ടോ എന്നുള്ള അനാലിസിസ് ഇല്ല. നമ്മുടെ ഡയറ്റ് എടുത്ത് ഓക്കെ, അതങ്ങനെ കണ്ടിന്യൂ. പക്ഷെ സെയിം ടൈം ബോഡി ഷുഡ് ഗെറ്റ് ഓൾ കൈൻഡ് ഓഫ് നറിഷ്മെന്റ്, ദെൻ ഓൺലി ഈ വെയിറ്റ് ലോസ് ഡയറ്റ് സക്സസ് ആവും. ഓക്കെ, സോ എനി ഡയറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ സ്റ്റാൻഡേർഡ് ആണ്. അത് നിങ്ങളുടെ ഒരു ലോങ് ടേം ഗോൾ കൂടി നോക്കിയിട്ടാണ്, നിങ്ങളുടെ കംഫർട്ടബിൾ നോക്കിയിട്ടാണ്. ഒറ്റയ്ക്ക് ഈ ഡയറ്റ് എടുത്തു, നാളെ ഇത്ര കഴിച്ചോ, അങ്ങനെ ഒരിക്കലും നമ്മൾ പറയില്ല. ഓട്സ് ഇസ് കംഫർട്ടബിൾ, ഓട്സ് കൊടുക്കും. സാലഡ് ഇസ് കംഫർട്ടബിൾ, സാലഡ് ഇല്ലെങ്കിൽ വേറെ ആൾട്ടർനേറ്റീവ് കുറേ ഉണ്ടാവും. ഓക്കെ, ബേസ്ഡ് ഓൺ യോർ കംഫർട്ട്. ബിക്കോസ് നമ്മുടെ ഗോൾ ലോങ് ടേം ആണ്. എനിക്കൊരു മാസത്തിൽ നിങ്ങൾ ഇത്ര കേജ് അങ്ങനെയല്ല. നിങ്ങൾ എത്രത്തോളം കണ്ടിന്യൂറ്റി കിട്ടും, എത്രത്തോളം കംഫർട്ടബിൾ ആവും, അത്രയ്ക്കും റിസൾട്ട്. ഓക്കെ, അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്യുന്നത്. ബോഡി ഫാറ്റ് അനാലിസിസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ക്ലിയർ അല്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സി, ഇപ്പോൾ BMI ഇവിടെ എടുത്തു. BMI എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചിട്ട് വെയിറ്റ് ഉണ്ട്. ഓക്കെ, നമുക്കൊരു ഫോർമുല ഉണ്ട്. അതിനനുസരിച്ച് BMI ബിലോ 18 ആണെങ്കിൽ അണ്ടർ വെയിറ്റ് ആണ്, 18 to 24 ആണെങ്കിൽ നോർമൽ വെയിറ്റ് ആണ്, 24 to 30 ആണെങ്കിൽ ഓവർ വെയിറ്റ്, 30 എബോ ആണെങ്കിൽ ഒബേസിറ്റി. ഓക്കെ, അതിൻ്റെ ബേസിക്കാണ്. പക്ഷേ ഇത് ബോഡി ഫാറ്റ് അനാലിസിസ്. ഇപ്പോൾ നമുക്കൊരു 100 kg ഉണ്ട്. ആ 100 kg എത്ര ശതമാനമാണ് ഫാറ്റ്, എത്ര ശതമാനം മസിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ചില ആൾക്കാരുടെ BMI 28 ആയിരിക്കും, പക്ഷേ ആ വെയിറ്റ് വന്നിരിക്കുന്നത് മസിൽസ് കൊണ്ടാണെങ്കിൽ ആ വെയിറ്റ് ലോസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ഒരാളുടെ വെയിറ്റ് BMI 23 ആണ്, പക്ഷെ നമ്മൾ ബോഡി ഫാറ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ അയാളുടെ ബോഡിയിലെ ഫാറ്റ് കൂടുതലും മസിൽ കുറവാണെങ്കിൽ he has to lose fat and gain muscles. Okay, it's all BMI നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല. We will judge based on your composition of body fat and the muscle mass. പിന്നെ നമ്മളതിൽ വേറൊരു കാര്യം കൂടി ചെക്ക് ചെയ്യും, മെറ്റബോളിസം. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കൊക്കെ എത്ര സ്പീഡാണ് കാലറീസ് ബേൺ ചെയ്യുന്നത് പറഞ്ഞത്. നമ്മുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ട് അത് മാറും. ചില ആൾക്കാരുടെ ബോഡി വേഗം 2 ഇഡ്ഡലി കഴിച്ചപ്പോൾ തന്നെ ബേണായി പോവും. ചില ആൾക്കാരുടെ വളരെ സ്ലോ ആയിരിക്കും. ചില ആൾക്കാർ പറഞ്ഞാൽ വെള്ളം കുടിച്ചാലും തടി വെക്കുന്നു. അത് ബേസ്ഡ് ഓൺ മെറ്റബോളിസം ആണ്. അപ്പോൾ ആ മെറ്റബോളിസം കൂടി ചെക്ക് ചെയ്തിട്ട് ഡിസൈഡ് ഹൗ ടു ഗോ വിത്ത് എക്സസൈസ്, അവർ എത്ര കാർഡിയോ എടുക്കണോ അതും നമ്മൾ അവിടെ തീരുമാനിക്കും. സോ ഒരിക്കലും BMI നോർമൽ എന്ന് പറഞ്ഞിട്ട് എല്ലാം സെറ്റെന്ന് വിചാരിക്കില്ല. അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആണെങ്കിലും വെയിറ്റ് അങ്ങനെ നമ്മൾ ബോഡിയിലെ ഫാറ്റും മസിൽ മാസും ചെക്ക് ചെയ്തിട്ട് തീരുമാനിക്കണം. ഓക്കെ, any doubts? ബോഡി ഫാറ്റ് ഇപ്പോൾ കുറേ മീൻസ് ഇതൊക്കെ കിട്ടും, വാച്ച് കിട്ടും, ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, അതിലും ചെയ്യാൻ പറ്റും. ആപ്പിൾ വാച്ചിലെ പോലെ അല്ലെങ്കിൽ സാംസങ്ങിലെ പോലെ ഇതൊരു പെയിൻ മെഷീൻ പോലെ കിട്ടും. അതിന് നിന്നാലും ബോഡി PMR കിട്ടും, മെറ്റബോളിക് റേറ്റ് കിട്ടും, ബോഡി ഫാറ്റ് കിട്ടും. കേട്ടോ, അതിലേക്ക് വന്നാലും നമ്മൾ ചെയ്യും. അത് ഇമ്പോർട്ടൻ്റ് ആണ്.
ബോഡി ഫാറ്റ് പിന്നെ വിസറൽ ഫാറ്റ് ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. പ്രൊട്ടക്ട് അതും നമ്മൾ ആ ഈ റിപ്പോർട്ടിൽ അതും വരും. പിന്നെ ബോഡിയിലെ വാട്ടർ കണ്ടന്റ് വരും, ടോട്ടൽ ബോഡി വാട്ടർ വരും. ഓക്കെ, ഇൻട്രാസെല്ലുലാർ എക്സ്ട്രാസെല്ലുലാർ വാട്ടറും അതും ചെക്ക് ചെയ്തിട്ട് നിങ്ങളെല്ലാം പ്ലാൻ ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് ഒറ്റയ്ക്ക് എല്ലാം എന്താ ഓക്കെ നിന്റെ വെയിറ്റ് ലോസ് ആണോ ഈ ഡയറ്റ് എടുത്തോ ഇത്ര കാലറി എടുത്തോ, ഒരിക്കലും അങ്ങനെയല്ല തീരുമാനിക്കുന്നത്. ആദ്യത്തെ രണ്ട് സെഷൻ ഇറ്റ്സ് വി സീ യുവർ കംഫർട്ട്. ഓക്കെ, വി വാണ്ട് യു ടു ഫോളോ. ഇറ്റ് ഈസ് നോട്ട് ഒരു ഡയറ്റ് കൊടുക്കുന്നത് അങ്ങനെയല്ല. വി വാണ്ട് യു ടു സീ ഹൗ ടു ഫോളോ. അതിനുശേഷമാണ് നിങ്ങളുടെ ആ ഒരു 2 മാസം ശരിക്കും സ്ട്രിക്റ്റായി ഫോളോ ചെയ്തു, യു ആർ അവെയർ എന്നാണ്. ആ ശേഷമാണ് നമ്മൾ കാലറി റെസ്ട്രിക്ഷനിലേക്ക് ശരിക്കും നമ്മൾ 1500 എടുത്തോ, ഒരിക്കലും അങ്ങനെ പറയില്ല. ഫസ്റ്റ് 2500 എടുക്കുകയാണെങ്കിൽ ഇൻസൈഡ് ഐ മീൻ വി ഡോണ്ട് എക്സ്പ്ലെയിൻ യു ഫസ്റ്റ്. ഓക്കെ, ആദ്യത്തെ കൺസൾട്ടേഷൻ ഒരിക്കലും പറയാൻ 2 ചപ്പാത്തി കഴിച്ചോ 1 ചപ്പാത്തി കഴിച്ചോ ഒരിക്കലും പറയില്ല. നിങ്ങളുടെ വയറ് ഫുള്ളാവുന്ന ഈ ഒരു ഫോമിലേക്ക് ഈ ഒരു പോർഷൻ കൺട്രോളിൽ കഴിക്കണമെന്നേ പറയുള്ളൂ. ബിക്കോസ് നിങ്ങളുടെ വയറ് ഫുള്ളായാലേ യു ആർ ഹാപ്പി എന്നൊരു യു വിൽ കഴിക്കണം. ഓക്കെ, പക്ഷെ നമ്മുടെ ഒരു കുഴപ്പം ഫുഡ് കാണുമ്പോൾ കഴിക്കും, അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് ഓൾ ഇൻ യുവർ തിങ്. ആ ഒരു സെക്കൻഡിന്റെ ഡിസിഷനാണ് ഇതൊക്കെ മാറ്റുന്നത്. ഒരു സെക്കൻഡിൽ നമ്മൾ ഓക്കെ കഴിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിച്ച ശേഷം സന്തോഷമുണ്ടോ ഇല്ല, കുറ്റബോധം. ആ കുറ്റബോധം വേണോ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വേണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. മാഡം, ഈ ടീ കോഫിയുടെ ഒക്കെ ഒരു യൂസ് ചില നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ രാവിലെ വീട്ടിൽ നിന്നൊരു ടീ കുടിച്ചിട്ട് ഇറങ്ങും, അതുപോലെ ഓഫീസിൽ ചെല്ലുമ്പോൾ വീട്ടിൽ നമ്മൾ ഒരെണ്ണം അടിക്കും. അതിപ്പോൾ ചിലപ്പോൾ ഒരു 3, 4, 5 ഒക്കെ ആയിപ്പോയിട്ടോ. അപ്പൊ അതെങ്ങനെയാണ്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലുണ്ടോ ഓഫീസിൽ പോകുന്നോണ്ട്? ഇല്ല. അപ്പൊ നമ്മൾ ടീ 5, 6, 7, 8 വരെ പോകും. പിന്നെ പഞ്ചസാരയിട്ട് ടീ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിച്ചോ അന്നത്തെ ദിവസം നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ കഴിക്കാൻ തോന്നലും ഗ്രീൻ tea is okay. See, 2 to 3 cups in a day, that's okay. പക്ഷേ അതിൽ പഞ്ചസാരയുടെ അളവും ഒക്കെ നോക്കിയിട്ടാണ് പിന്നെ ഡിസൈഡ്. ഓക്കെ, ബ്ലാക്ക് കോഫി വിതൗട്ട് മിൽക്ക് 3 ഓക്കെ, വിത്ത് മിൽക്ക് 1 to 2. അങ്ങനെ പറഞ്ഞ അച്ഛനാണ് അമ്മയാണ് ഇഷ്ടം. എല്ലാം നമുക്ക് എടുക്കണം, എല്ലാം എടുക്കണം, ഒരു ലിമിറ്റിന്റെ അപ്പുറം. ഇമ്പോർട്ടൻസ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ഐ വോണ്ട് ടു ഹൈലൈറ്റ് ബിക്കോസ് എല്ലാവർക്കും ഒരു റീസൺ. രാവിലെ സമയമില്ല കഴിക്കാൻ, അതിരാവിലെയാണ് ഞാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പാക്കിയോ അന്നത്തെ ദിവസം മൊത്തം നിങ്ങളുടെ ഒരു എനർജി ലെവലിൽ പോകും. രണ്ടാമത്തെ ഉച്ചയ്ക്കും ഓക്കെ കുറച്ച് കഴിക്കും, രാത്രിക്ക് അങ്ങനെ ഹെവി ആയിട്ട് കഴിക്കും. അന്നത്തെ കൂടെ ആകെ കഴിക്കുന്നത് ഒറ്റൊരു മീൻ. പിന്നെയോ വെയിറ്റ് എന്താ കുറവാണ് കഴിക്കുന്നതല്ല, ഹെവിയാണ്. പ്ലസ് സ്കിപ്പിംഗ് എ മീൽ നമ്മുടെ മെറ്റബോളിസം സ്ലോ ആണ്. കുഴപ്പമുണ്ട്, അങ്ങനെ നല്ല കഴിക്കുന്ന ആവശ്യമുണ്ടോ? ഇപ്പോൾ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്താവും, നമ്മുടെ എനർജി ലെവൽ ഓൾറെഡി ലോ ആണ്. പ്ലസ് നമ്മുടെ ബോഡിക്ക് ഒരു പണിയില്ല, ഡൈജഷൻ ഇല്ല, അബ്സോർപ്ഷൻ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ബോഡി ഒക്കെ സ്ലോ ആയിരിക്കും. ഓക്കെ, സോ അത് അങ്ങനെ ഒരു ലിമിറ്റിൽ വെച്ചിട്ട് പിന്നെ കഴിക്കുന്ന മീൽസോ ഹെവിയാണ്. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് ഇച്ചിരി കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ലിമിറ്റ് കൺട്രോൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഓവറായിട്ട് കഴിച്ചു. സിമ്പിളാണ്. 3 മീൽസ് 2 സ്നാക്സ് എവറി 3 hours കൂടുമ്പോൾ ലൈറ്റ് ആയിട്ട്. കട്ട് ഫ്രൂട്ട്സ് ആയിരിക്കും ബെറ്റർ. നമുക്ക് ഇപ്പോൾ ഓറഞ്ച് ജ്യൂസ് ആക്കണം. ഇപ്പോൾ നിങ്ങൾ 10 grams 15 grams മെഷീനിലൊരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് കിട്ടും. അതിലൊരു 7 മുതൽ 8 ഓറഞ്ചാണ്. 8 ഓറഞ്ച് ഒത്തിരി കഴിക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു പോർഷൻ കൺട്രോൾ ആവും. പിന്നെ ഹൈഡ്രേഷൻ ആ രീതിയിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഓവറോൾ എല്ലാ ന്യൂട്രീഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫ്രൂട്ടിൽ കിട്ടണമെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് എ ഫുൾ.
വൺ ഫുഡ്. ഞാൻ ഡയറ്റിൽ ഇന്നലെ ഒരാൾ വരും. ഞാനിപ്പോൾ ഇന്നലെ തൊട്ട് ഞാൻ ഡയറ്റിലാണ്. ഡോക്ടർ പറഞ്ഞ പോലെ 8 മണിക്ക് രാവിലെ തുടങ്ങും, നന്നാവുന്നുണ്ട്. അപ്പോൾ രാവിലെ എന്താ ഓട്സ്, രാത്രിയോ ഓട്സ്, എത്ര ദിവസം കഴിക്കും, ഇഷ്ടമാണ്, കുഴപ്പമില്ല, എന്താ ചെയ്യാൻ, അങ്ങനെയൊന്നും പോരുത്. ലൈഫിൽ ഓൾറെഡി നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ മുകളിൽ ഈ ഫുഡും കോംപ്ലിക്കേറ്റ് ആക്കിയിട്ട് സിമ്പിളായിട്ട് പണ്ട് കഴിച്ചിട്ടുണ്ടായ ദോശ, ഇഡ്ഡലി, അതൊക്കെ ഒരു പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് ഈ 5 ഫുഡ് ഗ്രൂപ്പ്സ് ഉണ്ടോ നോക്കിയിട്ട് ഓക്കെ. അതൊക്കെ കഴിക്കാം, കുഴപ്പമില്ല. സ്മൂതീസ് എന്ന് പറയുമ്പോൾ ഓട്സിലും അതിൽ തൈരോ പാലിടും, ഫ്രൂട്ടിനും ആൽമണ്ട്സിനും ചിയ സീഡ്. ഓട്സ് കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, ഫാറ്റിൽ വന്നു നമ്മുടെ നട്ട്സ്, ഡയറി പ്രൊഡക്ട്സിൽ വന്നു പാലോ തൈരോ. എന്താ മിസ്സിങ് അവിടെ? പ്രോട്ടീൻ. പ്രോട്ടീൻ. അവക്കാഡോ. അപ്പോൾ പാലോ ഒന്ന് ഒരു എഗ് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഗ്രീക്ക് യോഗട്ട്, പ്ലെയിൻ ഗ്രീക്ക് യോഗട്ട്. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ എത്ര ഈസിയാന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ ഫുഡിൻ്റെ ടേസ്റ്റ് ഉപ്പിട്ടിട്ടുണ്ടോ മുളകുണ്ടോ നല്ല നോക്കേണ്ടത്. എൻ്റെ ഫുഡിലേക്ക് ആവശ്യമുണ്ടോ, ഫൈബർ ഉണ്ടോ, അങ്ങനെ നോക്കാൻ നല്ല ശീലമാണ്. പണ്ട് നമ്മൾ ടേസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുണ്ടാകും. പക്ഷേ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ സോ ഈസി, എവറിത്തിങ് ഈസ് ഇങ്ങനെ കിട്ടും. അതുകൊണ്ട് മാക്സിമം ന്യൂട്രീഷൻ അവിടെ ഫോക്കസ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാം. ഏത് ഓയിൽ ഉപയോഗിച്ചോ കുഴപ്പമില്ല. പക്ഷെ ഒരാൾക്ക് ഒരു റെക്കമെൻഡഡ് 15 ഗ്രാംസ് എന്ന് പറഞ്ഞാൽ 3 മുതൽ 4 ടീസ്പൂൺ വരെയാണ് ഒരു ഹെൽത്തി റെക്കമെൻഡേഷൻ. ഇടയ്ക്ക് ലിറ്ററൊക്കെ കഴിക്കാം, പക്ഷെ ഒരു ലിമിറ്റ് എപ്പോഴും 3 to 4. പക്ഷെ നമ്മുടെ നാട്ടിൽ വെളിച്ചെണ്ണ ആയിരിക്കും better. പറയൂ. വിസറൽ ഫാറ്റ് എല്ലാത്തിനും ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് വേണ്ടത്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന്, നല്ല റുട്ടീന് വേണം, നല്ല ഫുഡ് വേണം. റുട്ടീൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കും, റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, പിന്നെ സ്ലീപ്പ് ഇമ്പോർട്ടൻറ്റ്. സെയിം ടൈം ഫുഡിൽ ഇതിൽ ഫാറ്റി ഫുഡ്, ഐ മീൻ അതിൻ്റെ ഉപയോഗം ഇച്ചിരി കുറവാണ്. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ അളവ് കുറയ്ക്കും. ഇതിപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് അങ്ങനെയല്ല. നിങ്ങളുടെ ഹോൾ ഡേ അല്ലെങ്കിൽ ഒരാളുടെ ഒരു റുട്ടീനും അവരുടെ ഇൻടേക്കിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇത്ര ഫാറ്റ് കൊടുക്കണം, ഇത്ര കാർബ്സ് കൊടുക്കണം, ഇത്ര ഫൈബർ കൊടുക്കണം. നമുക്ക് ജനറലായിട്ട് പറയാം, പക്ഷെ പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ് വേരീസ്. ഓക്കെ, പിന്നെ മില്ലറ്റ് ഗുഡ്. ഐ മീൻ നമുക്ക് മില്ലറ്റ്സ് എന്ന് പറയുന്നത് കാർബ്സിലാണ് വരുന്നത്. ന്യൂട്രീഷണലി നോക്കുമ്പോൾ ഹൈ ഫൈബർ, പ്രോട്ടീൻ പെർസെൻറ്റേജ് ഒക്കെ വെൻ കമ്പയർഡ് ടു റൈസ് ഓർ ഗോതമ്പ് അതിനെക്കാട്ടി ഇച്ചിരി കൂടുതലാണ്. ഇഫ് യു ആർ കംഫർട്ടബിൾ, മില്ലറ്റ്സ് ഇസ് ദ ബെസ്റ്റ് ചോയ്സ്. നമുക്ക് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പേഷ്യൻ്റ് വരും, നല്ല രാവിലെ എഴുന്നേറ്റിട്ട് വീട്ടിലെ കുക്കിംഗ് അതൊക്കെ പരിപാടി എടുത്തിട്ട് നേരെ ജിമ്മിൽ പോകും, 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യും, പിന്നെ വീട്ടിൽ സോഫയിലാണ്. ഓക്കെ, എന്താ എൻ്റെ മെറ്റബോളിസം? ആ ഒരു മണിക്കൂർ മാത്രമേ ആൾ ആക്റ്റീവ് ഉള്ളൂ, ബാക്കി സമയത്ത് മൊത്തം സോഫയിലാണ്, ടിവിയുടെ മുമ്പിലാണ്. അപ്പോൾ ബോഡി സ്ലോ. അപ്പോൾ എത്രത്തോളം നമ്മൾ ആക്റ്റീവ് ആയിരിക്കും അത്രത്തോളം നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാം. Okay, plus having food on time, small frequent meals, protein intake ചെയ്തിട്ടുമ്പോഴും മെറ്റബോളിസം നമുക്ക് ബൂസ്റ്റ് ചെയ്യും. പിന്നെ വെൽനെസ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാവർക്കും ഒരു QR കോഡ് ഉണ്ട്, അത് രജിസ്റ്റർ ചെയ്യാം. It's a 6-month challenge actually. Okay, 6 months. നിങ്ങൾ ഒരു 21 days പ്രോപ്പറായിട്ട് ചെയ്താൽ 6 months വരും ചെയ്യാം. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് ടൈം ഷുഗർ കട്ടാണ് പറയുന്നത്. ആദ്യത്തെ ഒരു മാസം ഷുഗർ ഇല്ല. ഷുഗർ കട്ട് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 4 ദിവസം നമുക്ക്
ഒരു എനർജി ലെവൽ ലോ ആയിരിക്കും. ചായ പഞ്ചസാര ഇട്ട് കുടിക്കുന്ന ആളുകൾ ഷുഗർ കട്ടെന്നുള്ള ചായ ഇങ്ങനെ ഒഴിവാക്കും. പിന്നെ ആണെങ്കിൽ മൂളേ ഇല്ല, അങ്ങനെ ചെയ്യരുത്. കുറേശ്ശെ ആയിട്ട് കുറവാക്കും. നമുക്ക് 1 month സമയമുണ്ട്, കുറേശ്ശെ ആയിട്ട് കുറവാക്കാം. പിന്നെ ഈ പാലുള്ള മധുരം മതി. ഓക്കെ, പിന്നെ നമുക്ക് കുറേ ഈ ഷുഗർ കട്ട് ചെയ്യുമ്പോൾ കുറേ നാച്ചുറലി സ്വീറ്റ്നെസ് ശരിക്കും ഫീൽ ആവും. പിന്നെ കുറച്ച് നാൾ ഒരു 21 days കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പിൽ എത്ര ഫേവറേറ്റ് ഡ്രസ്സൊക്കെ വെച്ചാലും എടുത്ത് ഒരു ലിമിറ്റിൻ്റെ അപ്പുറം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഈ അൺഹെൽത്തി ഫുഡ് അൺഹെൽത്തിയാണ് എല്ലാവർക്കും. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് അൺഹെൽത്തി ഫുഡും വാങ്ങിച്ച് കഴിക്കുന്നത്. എവിടെയെങ്കിലും സ്പോൺസർ ചെയ്താൽ ഇച്ചിരി എടുത്ത് കഴിക്കുക, സ്വന്തമായിട്ട് പൈസ ചെലവാക്കിയിട്ട് എടുക്കുന്നത്. ഓക്കെ, ബിക്കോസ് നമ്മുടെ ലൈഫിൽ ഒന്നും മോശമായിട്ടുള്ളൊന്നും നമ്മൾ ജീവിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യരുത്. പ്രോട്ടീൻ പൗഡർ. എന്തിനാണ് പ്രോട്ടീൻ പൗഡർ? നിങ്ങളുടെ ഡയറ്റിൽ ഒരാൾക്ക് ബേസ്ഡ് ഓൺ ദെയർ ഐഡിയൽ വെയിറ്റ് ഇത്ര ഗ്രാം പ്രോട്ടീൻ വേണം നമ്മൾ തീരുമാനിക്കും. ഓക്കെ, അത് നമുക്ക് മാക്സിമം ഡയറ്റിൽ നോക്കാം. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ നല്ലവണ്ണം പ്രോട്ടീനിൻ്റെ നമുക്ക് എങ്ങനെയൊക്കെയാണ് പ്രോട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഫസ്റ്റ് ഡിസൈഡ് ഹൗ മച്ച് യു ആർ കൺസ്യൂമിങ് ലാക്ക് ഉണ്ടോ നോക്കിയിട്ട് പിന്നെ പ്രോട്ടീൻ പൗഡർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മൾക്ക് പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ അതർ ഫുഡ് ഇൻടേക്ക് കുറയും. നമ്മുടെ കുറേ സമയം നമ്മുടെ വയറ് ഫുള്ളായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫ്രൂട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ 40 to 50% വയറ് ഫുള്ളാവും. അപ്പോൾ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കുറയും. പിന്നെ വി ആർ ഫുൾ ഫോർ ലോങ് ടൈം. ഈസിലി മീൻസ് കുറേ സമയത്ത് നമുക്ക് വിശപ്പ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സോ യു ഷുഡ് സ്റ്റാർട്ട് യുവർ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ദ ഫ്രൂട്ട്. So can I wind up? Okay, sugar എല്ലാ ഫ്രൂട്ട്സിലും ഓക്കെ. ഗ്ലൈസീമിക് ഇൻഡെക്സ് അപ്പോൾ ആപ്പിൾ, പിയർസ്, പേരക്ക, ഓറഞ്ച് ഇല്ല, അവക്കാഡോ. എത്രത്തോളം നമ്മൾ വെറൈറ്റി ഫുഡ് കഴിക്കും അത്രത്തോളം വെറൈറ്റി ഓഫ് ന്യൂട്രീഷൻ. ഡോണ്ട് ഡിപ്പെൻഡ് കംപ്ലീറ്റ്ലി ഓൺ വൺ. ഓക്കെ, യെസ് സർ. ഒരു ദിവസം ഇൻ ജനറൽ ഞാൻ പറയുകയാണെങ്കിൽ ഒന്നല്ല ജനറൽ പറയാം നമുക്ക് 2 to 3 eggs can be taken, but it also depends on your other food or other protein what you consume. Okay, blood parameters ആണെങ്കിൽ എല്ലാം നോക്കിയിട്ടാണ് we decide. Okay, so it's individual to individual depends. Ahilya hospital 6 months ഞാൻ പ്ലാൻ ചെയ്യില്ല. I give 1 week plan. Okay, I will call you after 1 week. Okay, I will get your feedback. നിങ്ങളുടെ feedback അനുസരിച്ച് there is a negative as well as positive. ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും, ചിലപ്പോൾ അത് ആൾട്ടർനേറ്റീവ് ആയിരിക്കും. So 1 week the diet first start ചെയ്യും. If everything is okay, then 1 month I will call you after 1 month. Again we will check all your body fat എല്ലാം ചെക്ക് ചെയ്യും. പിന്നെ അതിനനുസരിച്ചിട്ട് we fix the next treatment plan. Okay, പഴങ്കഞ്ഞി നല്ലത് കേട്ടോ. അങ്ങനെ ചോദിച്ചു പഴങ്കഞ്ഞി നല്ലതാണ്. പഴങ്കഞ്ഞിയുടെ നമ്മൾ എത്രത്തോളം ഓവനായി കൊടുത്തിട്ട് പഴങ്കഞ്ഞിയ, അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു പ്രോട്ടീൻ അബ്സോർപ്ഷൻ ഇസ് ഗുഡ്. പ്ലസ് ഈ
സ്പ്രൗട്ട്സ് അല്ലെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോബയോട്ടിക്. ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്സോർപ്ഷൻ വയറിലെ ഹെൽത്തി ബാക്ടീരിയാസിലും അബ്സോർബിങ് ഡൈജഷന് ബെറ്ററാണ്. ഷെയർ ചെയ്തിട്ട് കഴിച്ചു, ഒറ്റയ്ക്ക് കഴിക്കില്ല. പൊറോട്ട ബീഫിലുള്ള പ്രശ്നം, പൊറോട്ട ഇറ്റ്സ് കംപ്ലീറ്റ്ലി മൈദ, വൺ പ്രോസസ്, ഹൈ കാർബ്സ് ആണ്. രണ്ടാമത്തെ അതിന്റെ പ്രിപ്പറേഷൻ, ഓക്കെ, നല്ല ഓയിൽ ഉണ്ടാവും. അതിന് ബീഫിനെ ഞാൻ ബ്ലെയിം ചെയ്യില്ല, ബിക്കോസ് ഇഫ് ബീഫ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ഹോം, നല്ല രീതിയിൽ നമ്മളൊരു ഓയിലൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ചാൽ ഇറ്റ്സ് ഈക്വൽ ടു നമുക്ക് ചിക്കനിലേക്ക് കിട്ടുന്ന അതേ ന്യൂട്രീഷൻ വാല്യൂ. പക്ഷെ പൊറോട്ടയാണ് ബീഫും ബീഫും കോമ്പിനേഷൻ ബീഫും പൊറോട്ട. എത്ര ചോറിട്ടാലും ഒന്ന് ഡബിൾ പർച്ചേസ് ചെയ്യണം. അപ്പോൾ നാല് തരം ചോറ് എടുക്കുന്നതാണ് 2 തരം ചോറ്. ഓക്കെ, അത് കാലറീസ് ഒക്കെ ഡിസൈഡ് പേഴ്സൺ ടു പേഴ്സൺ ആണ്. പക്ഷെ ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഫോർമുല. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്ലേറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യും? ചിക്കൻ പ്ലേറ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് ചോറ്, പിന്നെ സൈഡിൽ കറികളൊക്കെ, ഇനി അങ്ങനെ ചെയ്യുന്നത് പ്ലേറ്റ് 50% യു ഫിൽ വിത്ത് വെജിറ്റബിൾസ്, പിന്നെ മീറ്റിലേക്കോ ചിക്കൻ കറിയോ പരിപ്പ് ലാസ്റ്റ് സ്ഥലം നമ്മൾ വേണ്ട ചോറിടാം. ഓക്കെ, Thank you for the